എൻ്റെ പേര് ഷംസാദ് മുഹമ്മദ്. ഞാൻ IAGCയുടെ ഓവർസീസ് മെമ്പറാണ്. ഇന്ന് IAGC നടത്തിയ നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോതെറാപ്പി എന്ന ക്ലാസ് നിസാബ് അഹമ്മദ് കുട്ടിയുടെ വളരെ ഹൃദ്യമായ രീതിയിലുള്ള ഫാക്കൽറ്റേഷൻ. തീർച്ചയായും ഇത് എനിക്ക് ലഭിച്ച ഒരു നല്ലൊരു അവസരം കൂടിയായിരുന്നു സൈക്കോതെറാപ്പിയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കാൻ. കുറച്ച് നാളിന് മുമ്പ് സൗദി അറേബ്യയിൽ നടന്ന ഒരു ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് ആ സ്ഥലം സന്ദർശിച്ച ഇവിടുത്തെ സാമൂഹിക പ്രവർത്തകരിൽപ്പെട്ട ഒരാൾ തുടർന്ന് നടന്ന ഒരു പൊതുപരിപാടിയിൽ ഞാനടക്കമുള്ള സദസ്സിലിരുന്ന പ്രവാസികളായ യുവാക്കളോട് പറഞ്ഞത്, നിങ്ങൾ ഒരിക്കലും തനിച്ചാകരുത്. നിങ്ങളുടെ ഇമോഷൻസും നിങ്ങളുടെ ഫീലിങ്സുകളും വിഷമങ്ങളും സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ കൈമാറാനായിട്ട് നല്ലൊരു റൂംമേറ്റ്സിനെ നിങ്ങളെപ്പോഴും കരുതണം. ആരും തനിച്ചാകരുത്. കാരണം അവർ സന്ദർശിച്ച ആ ആത്മഹത്യ നടന്ന സ്ഥലത്ത് നിന്ന് കിട്ടിയ ആത്മഹത്യാക്കുറിപ്പിൽ മരണപ്പെട്ട വ്യക്തി ഇങ്ങനെ എഴുതിയിരുന്നു: എന്നോട് എൻ്റെ വിഷമങ്ങൾ പങ്കുവയ്ക്കാൻ, എൻ്റെ വിഷമങ്ങൾ സംസാരിക്കാൻ എനിക്കൊരാളുണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു കൂട്ടുകാരനുണ്ടായിരുന്നെങ്കിൽ ഞാനിന്ന് ആത്മഹത്യ ചെയ്യില്ലായിരുന്നു എന്നൊരു ആത്മഹത്യാക്കുറിപ്പാണ് അദ്ദേഹത്തിൻ്റെ റൂമിൽ നിന്ന് കണ്ടെടുത്തത്. ഇത് തീർച്ചയായും ആ സാമൂഹിക പ്രവർത്തകൻ പറയുമ്പോൾ ഒരു പ്രവാസി എന്ന രീതിയിൽ നമ്മളെല്ലാവരും മനസ്സിനെ വല്ലാതെ ടച്ച് ചെയ്ത ഒരു പോയിൻ്റായിരുന്നു. ഇന്ന് നിസാബ് അഹമ്മദ് കുട്ടിയുടെ ഈ സ്കോപ്പ് ഓഫ് സൈക്കോതെറാപ്പി എന്ന് പറയുന്ന ഈ ക്ലാസ്സിൽ, ഈ വെബിനാറിൽ പങ്കെടുത്തപ്പോൾ അദ്ദേഹം സംസാരിച്ചതും വ്യത്യസ്ത തരത്തിലുള്ള തെറാപ്പികളെക്കുറിച്ചാണ്. തെറാപ്പികളിൽ അധികവും സംസാരത്തെക്കുറിച്ചാണ്. സംസാരിച്ച് നമ്മുടെ ആങ്സൈറ്റിയും വിഷമങ്ങളും ഒക്കെ മാറ്റുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഓർമ്മ വന്നത് ഈ ആത്മഹത്യയുടെ റീസണുമാണ്. വളരെ ഹൃദ്യമായിരുന്നു. നല്ലൊരു ക്ലാസ്, നല്ലൊരു ഫാക്കൽറ്റേഷൻ. IAGCക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. താങ്ക് യു. നാസിയ മാം ഇതിനകത്തിലുണ്ടോ? ഞാനുണ്ട് കേട്ടോ. ഞാനിവിടെ ഉണ്ട്. നമസ്തേ. ഞാൻ പേര് കണ്ടില്ല. നമ്മൾ തുടങ്ങല്ലേ? അതെ, നമുക്ക് തുടങ്ങാം. ഓക്കെ. അപ്പൊ എല്ലാവരും നിങ്ങളുടെ കയ്യിൽ പേപ്പറും ഒരു പേനയും എടുത്ത് തയ്യാറായിരിക്കുക. നമ്മുടെ ക്ലാസ് ആരംഭിക്കുകയാണ്. അതിനു മുമ്പ് നമസ്കാരം. ഞാൻ നവാസ് അബ്ദുൽ ഖാദിർ, ഓവർസീസ് ഇവന്റ് കോർഡിനേറ്റർ ആണ് IAGCയുടെ. ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് മെമ്പർമാർക്കും മറ്റ് അഭ്യുദയകാംക്ഷികൾക്കുമായി തുടർച്ചയായി നടത്തി വരുന്ന ബോധവൽക്കരണ ക്ലാസ്സിലാണ് ഇന്ന് നമ്മളുള്ളത്. ഇന്നത്തെ വിഷയം നേച്ചർ ആൻഡ് സ്കോപ്പ് ഓഫ് സൈക്കോതെറാപ്പി എന്നുള്ളതാണ്. നമ്മോടൊപ്പം ഇന്നുള്ള ഫാക്കൽറ്റി മിസ്റ്റർ നിസാബ് അഹമ്മദ് കുട്ടിയാണ്. അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകൾ കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റ്, സൈക്കോതെറാപ്പിസ്റ്റ് ആൻഡ് റെമഡിയൽ ട്രെയിനർ എന്നിവയാണ്. അദ്ദേഹത്തിന് IAGCയുടെ പേരിൽ ഞാൻ സ്വാഗതം ആശംസിക്കുകയാണ്. കൂടാതെ നമ്മുടെ ചെയർമാൻ VBM റിയാസ്, ഓവർസീസ് പാട്രൺ പ്രൊഫസർ ഡോക്ടർ ഹംസ, ഓവർസീസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാസിയ കുന്നിമേൽ എന്നിവരെയും IAGCയുടെ പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഈ പ്രോഗ്രാമിൽ എത്തിച്ചേർന്ന നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ആശംസിച്ചുകൊണ്ട് നമ്മളുടെ പരിപാടിയെ വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ സ്വാഗതാശംസിച്ച് തീർക്കുന്നതിന് നമ്മുടെ പരിപാടിക്ക് കുറച്ച് ലോങ് ആയിട്ട് ടൈം വേണ്ടതുകൊണ്ടാണ്. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. ഈ പരിപാടി നിയന്ത്രിക്കുന്നതിനായി എക്സിക്യൂട്ടീവ് ഡയറക്ടർ നാസിയ കുന്നുമലിനെ ക്ഷണിച്ചുകൊണ്ട് വളരെ സ്നേഹത്തോടെ നവാസ്. നന്ദി, നമസ്കാരം. Okay, thank you, Nawaz sir. Am I audible? കേൾക്കുന്നുണ്ടോ? Yes, yes, yes. Okay. So myself, Nazia Kundamal, Overseas Executive Director. അപ്പം എല്ലാവർക്കും അറിയാം, നമ്മളിവിടെ IAGC ഓവർസീസ് വെബിനാറിലോട്ട് എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. മാനസിക ആരോഗ്യ രംഗത്ത് അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ നോളജുകളും അതുപോലെ തന്നെ ക്ലാസ്സസും ഒക്കെ ലക്ഷ്യമാക്കിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു അസോസിയേഷനാണ് IAGC, ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ്. പുതിയ മെമ്പേഴ്സിന് ഉള്ള ഒരു ഇൻഫോർമേഷൻ ആണ്.
അപ്പൊ ഇന്ന് നമ്മൾ ഇവിടെ കൊണ്ടുവന്ന ഫാക്കോളിറ്റി മിസ്റ്റർ നിസാവ് അഹമ്മദ് കുട്ടി സാറിന് UAE നിന്നാണ് ജോയിൻ ചെയ്തിട്ടുള്ളത്. അദ്ദേഹം പ്രശസ്ത കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റും സൈക്കോതെറാപ്പിസ്റ്റുമാണ്. CBTയിൽ വളരെയധികം സ്കിൽസും അതുപോലെ തന്നെ ഒരുപാട് സൈക്കോതെറാപ്പിസ്റ്റിലെ സ്കിൽസുമുള്ള ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ഫാക്കൾട്ടിയാണ്. അദ്ദേഹത്തിന്റെ ഈ നോളജ് എല്ലാം തന്നെ നമ്മൾക്ക് വിവിധ തരത്തിൽ ഉപയോഗപ്പെടുത്താനും, അതുകൊണ്ട് തന്നെ ഇതൊരു ജസ്റ്റ് ഒരു വെബിനാറിന്റെ ഒരു ഓഡിയോ അല്ലെങ്കിൽ ഒരു 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 എന്താ പറയാ ഫിലിം കാണുന്ന ഒരു ലാഘവത്തോടെ നിങ്ങൾ എടുക്കരുത്. തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ പെന്നും അതുപോലെ തന്നെ ഒരു നോട്ട്ബുക്കുമായിട്ട് നിങ്ങളുടെ മെയിൻ പോയിന്റ്സും കാര്യങ്ങളൊക്കെ എഴുതി വെച്ച് വേണം നിങ്ങൾ തീർച്ചയായിട്ടും ഈ ക്ലാസ്സിനെ ശ്രദ്ധാപൂർവം കേൾക്കാനും. അതുപോലെ തന്നെ ഈ സെഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടിയ ഒരു സ്ട്രൈക്കിംഗ് ബെനിഫിറ്റ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ക്ലാസ്സിലോ അല്ലെങ്കിൽ ക്ലാസ് കഴിഞ്ഞതിന് ശേഷമോ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ ഷെയർ ചെയ്യാം, അല്ലെങ്കിൽ സാറുമായിട്ട് തന്നെ പങ്കുവെക്കാം. നിങ്ങളുടെ സംശയങ്ങളും എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഇവിടെ തുറന്ന് ചോദിക്കാം. അതിനുള്ളൊരു വേദിയും കൂടിയാണ്. അപ്പൊ നിങ്ങൾ ഷൈനസ് കൊണ്ടൊന്നും അത് എന്താ പറയാ മാറ്റി വെക്കരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. അപ്പൊ അദ്ദേഹത്തെ നിസാവ് സാറിനെ ഞാൻ ഇതിലോട്ട് ക്ഷണിക്കുകയാണ്. വെൽക്കം സർ. താങ്ക് യു. ഹലോ, ഗുഡ് ഈവനിങ്. എന്താണ് വിശേഷങ്ങളൊക്കെ? സുഖമായി തോന്നുന്നു സാർ. ഓക്കെ, ഞാന് എന്നെ കോണ്ടാക്ട് ചെയ്തത് നസിയ ആയിരുന്നു തോന്നുന്നു അല്ലേ? അല്ലേ വേറെ ആരൊന്നും? ഞാന് പേര് പിന്നെ ഞാനായിരുന്നു. ഓക്കെ, വളരെ സന്തോഷം. ഇങ്ങനെ ഒരു നിങ്ങൾ പറയുന്ന ഒരു വലിയൊരു പിന്നെ ഒരു എന്താ ഒരു കൂട്ടായ്മയിൽ ജോയിൻ ചെയ്യാൻ പറ്റിയതൊക്കെ വളരെയധികം ഞാൻ വളരെ സന്തോഷിക്കുകയാണ്. അപ്പോ ഇന്നത്തെ ഒരു വെബിനാറിന്റെ ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്നെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും എൻ്റെ പേര് നിസാവ് എന്നാണ്. കാലിക്കറ്റ് സ്വദേശിയാണ്. അപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത് UAE അബുദാബിയിൽ നിന്നാണ്. ഈ ഒരു മേഖലയിൽ തന്നെ കുറച്ചു കാലമായിട്ട് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്, മെന്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള. അപ്പോ നമുക്ക് ചെറിയൊരു ഇന്ററാക്ഷൻ ആയിട്ട് ജസ്റ്റ് തുടങ്ങാം. എന്ത് കാര്യങ്ങളും നസിയ മാം പറഞ്ഞതുപോലെ നമുക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരു ആങ്സൈറ്റി ഉണ്ട്. എനിക്ക് ഇന്നത് ചോദിക്കാൻ പറ്റുമോ, അല്ലെങ്കിൽ എനിക്ക് ഇന്നത് പറയാൻ പറ്റുമോ എന്നുള്ള ഒരു ആങ്സൈറ്റി ലെവൽ ഇവിടെ വേണ്ട. നമുക്ക് നല്ല 1 മണിക്കൂറാണെങ്കിലും 1.5 മണിക്കൂറാണെങ്കിലും നല്ല രീതിയിൽ ഇന്ററാക്ട് ചെയ്ത് തന്നെ മുന്നോട്ട് കൊണ്ടുപോവാം. ഓക്കെ അല്ലല്ലേ? ഞാൻ ഡയറക്റ്റ് ആയിട്ട് സെഷനിലേക്ക് പോവുകയാണ്. ഓക്കെ അല്ലേ എല്ലാവരും? ഓക്കെ ഓക്കെ. ഞാൻ ആദ്യമായിട്ട് നിങ്ങളോട് ചോദ്യം ചോദിക്കുകയാണ്. എന്താണ് ഒരു കൗൺസിലിംഗ് സൈക്കോളജി ആൻഡ് സൈക്കോതെറാപ്പിയുമായിട്ടുള്ള എന്താണ് ഒരു ഡിഫറൻറ്റ്? എന്താണ് ആർക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യാൻ പറ്റും? എന്താണ് കൗൺസിലിംഗ് സൈക്കോളജി ആൻഡ് സൈക്കോതെറാപ്പി? ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? എന്തും പറയാട്ടോ. 1 മണിക്കൂർ നമുക്ക് ഇങ്ങനെ ഒരു സെഷന് നിങ്ങൾക്ക് എടുക്കുന്നത് പോലെയല്ല. നമുക്ക് എന്താണ് ചോദിച്ചും പറഞ്ഞും അങ്ങോട്ട് മുന്നോട്ട് കൊണ്ടുപോകാം. എൻ്റെ ഒരു എക്സ്പീരിയൻസും നിങ്ങളുടെ എക്സ്പീരിയൻസും കൂടെ ആകുമ്പോൾ എന്താണ് ഒരു സെഷൻ വളരെയധികം മനോഹരമാകും. ഒരാൾ തന്നെ പറയുമ്പോൾ എന്താണ് അത് കേൾക്കുന്നതിനും ഒരു സുഖം ഉണ്ടാവില്ല, പറയാനും എനിക്കൊരു സുഖം ഉണ്ടാവില്ല. അപ്പൊ ആരെങ്കിലും ഒന്ന് പറയാമോ? ജസ്റ്റ് ഒരു ഇന്ററാക്ഷൻ എന്നതിൽ തുടങ്ങിക്കോളൂ. ആരെങ്കിലും ഒരാൾ എന്താണ് ഒരു കൗൺസിലിംഗ് സൈക്കോളജി അല്ലെങ്കിൽ സൈക്കോ തെറാപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇപ്പോൾ സ്റ്റിൽ വർക്ക് ചെയ്യുന്ന ഒരു മേഖല ഒന്ന് ചാറ്റ് ബോക്സിൽ ഒന്ന് യൂസ് ചെയ്താൽ നന്നായിരുന്നു. ഇപ്പൊ ഏത് മേഖലയാണുള്ളത്? നസിയ മാം പറഞ്ഞോളൂ. ജസ്റ്റ് ഒരു ബ്രീഫായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൗൺസിലിംഗ് സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യരിലൂടെ അവരുടെ എവറിഡേ ചാലഞ്ചസും അതുപോലെ തന്നെ പേഴ്സണൽ ഗ്രോത്ത് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നാവിഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. അതിന്റെ കാര്യങ്ങളാണ് കൗൺസിലിംഗ് സൈക്കോളജി, ലൈക്ക് കൈൻഡ് ഓഫ് ടോക്ക് തെറാപ്പി എന്ന് പറയാം. എന്നാൽ സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് ഡീപ്പർ ഇമോഷണൽ ഇഷ്യൂസിനെയൊക്കെ അഡ്രസ് ചെയ്യാൻ പറ്റുന്ന, ഈവൻ മെന്റൽ ഹെൽത്ത് ഡിസോർഡേഴ്സിനെയൊക്കെ നമുക്ക് സ്ട്രക്ചേർഡ് ആയിട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ കൊടുക്കാൻ പറ്റുന്നതാണ് എന്നുള്ളതാണ്. വളരെ കറക്റ്റ് ആണ്. താങ്ക് യു. ഇപ്പോൾ എല്ലാവരും ഒന്ന് ചാറ്റ് ബോക്സ് ഉപയോഗിക്കാം. നിങ്ങൾ സ്റ്റിൽ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്, ഏത് മേഖലയാണ്, ജസ്റ്റ് ഒന്നൊരു അവയർനെസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, PPT നിങ്ങൾ കാണുന്നുണ്ടോ ഈ ഒരു പ്രസന്റേഷൻ? യെസ് കാണുന്നുണ്ട് സർ.
ഓക്കെ, നമുക്ക് ജസ്റ്റ് തുടങ്ങാം. എന്താണ് ഒരു സൈക്കോ തെറാപ്പി എന്ന് പറഞ്ഞാൽ? അപ്പോൾ സൈക്കോ തെറാപ്പി എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ പറഞ്ഞതുപോലെ തന്നെ ഒരു ടാക്ക് തെറാപ്പിയാണ്. നമ്മളൊരു ക്ലയന്റുമായിട്ട് നമ്മുടെ മുമ്പിൽ ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് അയാളോട് സംസാരിക്കേണ്ടത്, ഏത് രീതിയിലാണ് നമ്മൾ ഒരു അസസ്മെന്റ് എടുക്കുക, ഏതൊരു രീതിയിലാണ് അദ്ദേഹവുമായിട്ട് കൗൺസിലിംഗ് ചെയ്യുക, എങ്ങനെ എങ്ങനെയാണ് ഒരു തെറാപ്യൂട്ടിക് അലയൻസ് നമ്മൾ ഉണ്ടാക്കുക, അതിന് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടൂൾസ് തന്നെയാണ് സൈക്കോ തെറാപ്പി എന്ന് പറയും. ഇതൊരു പ്രൊഫഷണൽ ആണ്, എവിഡൻസ് ബേസ് ആയിരിക്കണം. കാരണം ഇതില് നമ്മൾ ഏറ്റവും കൂടുതൽ എന്താണ് സാധാരണക്കാരെന്താണ്, നമ്മൾ കൗൺസിലിംഗ് കോഴ്സൊക്കെ കഴിഞ്ഞു, ആ കോഴ്സ് കഴിഞ്ഞ് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് ഒരു കൗൺസിലിംഗ് ചെയ്യാൻ പറ്റില്ല. നല്ല എന്താണ് എഫക്റ്റീവ് ആയിട്ടുള്ള പ്രൊഫഷണൽ ആയിട്ട് നമ്മളിത് പഠിച്ചതിന് ശേഷം മാത്രമാണ് ഈ ഒരു സൈക്കോ തെറാപ്പി നമുക്ക് ഉപയോഗിക്കാൻ പറ്റൂ. കാരണം നമ്മളെല്ലാവരും എല്ലാവരും കൗൺസിലറാണ്. ഒരാളെ കേൾക്കാനും അയാളെ മനസ്സിലാക്കാനും ഒക്കെ നമുക്ക് കഴിവുണ്ട്. പക്ഷെ ഒരാളെ കേട്ട് കഴിഞ്ഞാൽ അയാൾക്ക് യഥാർത്ഥത്തിൽ എന്താണ് പ്രശ്നം, ആ പ്രശ്നം എവിടെ എന്താണ് അയാൾക്ക് വന്നിട്ടുള്ളത്, അതിന്റെ കാരണക്കാർ ആരൊക്കെയാണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുക്കാൻ ഒരു സൈക്കോ തെറാപ്പിസ്റ്റിന് മാത്രമേ കഴിയൂ. ഇതാണ് ഏറ്റവും നമുക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു സൈക്കോ തെറാപ്പിയിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ സാധാരണക്കാർ ഇൻഡിവിജ്വൽ ആയിട്ട് നമുക്ക് കൊടുക്കാം, ഒരു ഗ്രൂപ്പായിട്ട് കൊടുക്കാം, അല്ലെങ്കിൽ പിന്നെ പലതരം ഫാമിലി റിലേഷനായിട്ട് ബന്ധപ്പെട്ടുള്ള കൗൺസിലേഴ്സ് നമുക്ക് ഉപയോഗിക്കാം. അപ്പോ ഇത് എന്തിനാ വെച്ചാൽ ആളുകളുടെ ഇമോഷൻസ്, വൈകാരികമായിട്ടുള്ള പ്രയാസങ്ങൾ നമുക്ക് തിരിച്ചറിയാനും അവർക്ക് അവര് തന്നെ മനസ്സിലാക്കാൻ പറ്റാത്ത സ്വഭാവത്തിലൂടെ ഉണ്ടാകുന്ന പ്രയാസങ്ങളൊക്കെ അവർക്ക് തന്നെ മനസ്സിലാക്കി കൊടുക്കാനൊക്കെ നമുക്ക് ഈ ഒരു സൈക്കോ തെറാപ്പി ഉപയോഗിക്കാം. അതേപോലെ കൊടുക്കുമ്പോൾ വളരെയധികം കോൺഫിഡൻഷ്യൽ ആയിരിക്കണം, വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സേഫ്റ്റി സ്പേസ് നമ്മൾ ഒരുക്കണം. വളരെയധികം നിങ്ങൾ കേട്ട് പഠിച്ചിട്ടുണ്ടാകും എങ്ങനെയാണ് ഒരു കൗൺസിലിംഗ്, എങ്ങനെയാണ് ഒക്കെ. അതേപോലെ തന്നെ അതിൽ നമുക്ക് സൈക്കോ തെറാപ്പി കൂടി ആഡ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോ ഇതില് ഏറ്റവും പ്രധാനമായിട്ടൊരു സൈക്കോ തെറാപ്പി എന്നതിന്റെ റോൾ എന്താണ്, ഇതിന്റെ പങ്ക് എന്താണ്, നമുക്ക് ഒരു കൗൺസിലിംഗ് സെഷനിൽ ഈ തെറാപ്പിസ്റ്റിന്റെ അല്ലെങ്കിൽ തെറാപ്പിയുടെ ഈ ഒരു ടൂൾസ് കൊണ്ട് നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ. ഫസ്റ്റ് തന്നെ ഒരാളെ മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ നമ്മൾ തിരിച്ചറിഞ്ഞിട്ട് അത് വ്യത്യസ്തമായിട്ടുള്ള പോസിറ്റീവ് ആയിട്ടൊരു മേഖലയ്ക്ക് നമ്മൾ കൊണ്ടുപോകുക എന്ന് തന്നെയാണ് ഈ ഒരു തെറാപ്പി കൊണ്ടുള്ള നമുക്കുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് അവർക്ക് സപ്പോർട്ട് കൊടുക്കുക. ഇപ്പൊ പലതരത്തിലുള്ള ക്ലയന്റ് നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത് നമുക്ക് പ്രസന്റ്ലി പ്രോബ്ലം നമ്മളോട് പറയും, ആ പ്രോബ്ലം നമ്മളൊന്ന് മനസ്സിലാക്കുന്നു, പെട്ടെന്ന് താൽക്കാലികമായിട്ട് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞു കൊടുത്ത് തിരിച്ചു വിടുന്നതിന് പകരം ആദ്യ സെഷനിൽ തന്നെ പരമാവധി അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കാൻ ഇതിന്റെ കൂടെ പലതരത്തിൽ സൈക്കോ തെറാപ്പി ഏകദേശം 150ന്റെ അടുത്തുള്ള തെറാപ്പികൾ ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ഒരു തെറാപ്പി നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ചതിന് ശേഷം ആ ഒരു കേസിലേക്ക് നിങ്ങൾ ആ തെറാപ്പി കൊണ്ടുപോവുക. അതെങ്ങനെയാണ് സ്ട്രക്ചേർഡ് ആയിരിക്കണം, അതിന്റെ ഒരുപാട് ടൂൾസുകളും കാര്യങ്ങളും ഒക്കെ അതിനനുസരിച്ചായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോ ഇത് പറയുമ്പോ ആളുകൾ ചിലപ്പോ ഈ ഒരു സിറ്റുവേഷനിൽ ചിലപ്പോൾ നമുക്ക് പിന്നെ നോർമലായിട്ട് വരുന്ന എഡ്യൂക്കേറ്റഡ് അല്ലാത്ത ക്ലയന്റുകൾ ഉണ്ടാവും, പല മേഖലയിൽ നിന്നും പിന്നെ പല സിറ്റുവേഷനിൽ നിന്ന് വരുന്ന ആളുകൾക്ക് ഉണ്ടാവും. അവർക്ക് ഈ ഒരു തെറാപ്പി എന്താണെന്നോ സൈക്കോ തെറാപ്പി എന്താണോ CBT എന്താണെന്നോ DBT എന്താണെന്നോ അവർക്ക് അറിയില്ല. പക്ഷെ നമ്മൾ വ്യത്യസ്തമായി അവർക്ക് പറയാവുന്ന മനസ്സിലാവുന്ന ഭാഷയിൽ അവരുടെ ഹീലിംഗ്, ഉള്ളിൽ കിടക്കുന്ന ഒരുപാട് പ്രതീക്ഷകളെയും ഒരുപാട് നൊമ്പരങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കി പതിയെ പതിയെ അവരുടെ ജീവിതത്തിലേക്ക് ചെറിയൊരു പോസിറ്റീവ് മാറ്റം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയണം. അപ്പോ ഇതില് ഏറ്റവും സൈക്കോ തെറാപ്പി എന്ന് പറയുമ്പോൾ ഞാൻ ഏകദേശം ഒരു 146 തെറാപ്പിയോളം ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിലിപ്പോ നിലവിൽ ഉപയോഗിക്കുന്നത് ഞാൻ 4 തെറാപ്പികളാണ് കൗൺസിലിംഗ് സെഷനിൽ. ഒന്ന് CBT, ഒന്ന് DBT ആൻഡ് RBT, അതേപോലെ പിന്നെ സ്കീമ. ഈ ഒരു 4 തെറാപ്പികളാണ് ഞാൻ പതിയെ കൗൺസിലിംഗ് സെഷനിൽ ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഞാൻ എപ്പോഴും എൻ്റെ കൂടെ പഠിപ്പിക്കുന്ന സെഷനിലാണെങ്കിലും ആളുകളോട് പറയാണ്, അറ്റ്ലീസ്റ്റ് നിങ്ങൾ കുറേ തെറാപ്പി, കുറേ നോളജ് ഉണ്ടാക്കുന്നതിന് പകരം നിങ്ങൾ ഒന്നെങ്കിലും ഒരു തെറാപ്പി നിങ്ങൾ പൂർണ്ണമായിട്ട് പഠിച്ചിട്ട് അത് തന്നെ എല്ലാ കേസിലേക്കും കൊണ്ടുവരിക എന്നുള്ളതാണ്. തെറാപ്പി നിങ്ങൾ അങ്ങോട്ട് കൊണ്ടുപോകരുത് കേസിലേക്ക്, ആ കേസിനെ നമ്മൾ തെറാപ്പിയിലേക്ക് കൊണ്ടുവരണം. ഈ ഒരു കേസിന് ഈ തെറാപ്പിന്റെ ഏതൊക്കെ ടൂൾസുകൾ നമുക്ക് ഉപയോഗിക്കാം, ഏതൊക്കെ തരത്തിൽ നമുക്ക് എന്തെങ്കിലും അവർക്ക് അത് മാറ്റങ്ങൾ ഉണ്ടാക്കിയെടുക്കാം എന്നതിന്റെ അടിസ്ഥാനത്തിലായിരിക്കണം നമ്മൾ കൊണ്ടുപോകേണ്ടത്. അപ്പോ നമുക്ക് ഇതിലേക്ക് തന്നെ വരാം. ഇതിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു സൈക്കോ തെറാപ്പി കൊണ്ടിട്ടുള്ള ഉപകാരം, ഒരാൾക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് നമുക്ക് ചെയ്തു കൊടുക്കാം, ഇമോഷണൽ വെൽബീയിങ് തന്നെയാണ്. അതായത്
ഒരു ക്ലയന്റിന്റെ വൈകാരികമായിട്ടുള്ള അവരുടെ ആരോഗ്യനില, മാനസിക നില എന്ന് തന്നെ. ചില ആളുകൾക്ക് ചില സമയത്ത് ദുഃഖം ഉണ്ടാവും, അതേപോലെ പിന്നെ അഗ്രഷൻ ഉണ്ടാവും, ദേഷ്യം ഉണ്ടാവും, അതേപോലെ ചില സമയത്ത് ചില കുട്ടികൾ പോലെ ചെറിയ പ്രായത്തിൽ തന്നെ വല്ലാത്ത ഭയങ്ങൾ ഉണ്ടാവും. എന്തിനാണെന്ന് അറിയില്ല, എപ്പോഴും പേടിച്ചിരിക്കുക, ആൾക്കാരോട് സംസാരിക്കാതിരിക്കുക, ചില സമയത്ത് കുറ്റബോധം ഉണ്ടാവും. ഇങ്ങനെ പലതരത്തിലെ ഇമോഷൻസ് ആയിട്ടുള്ള വൈകാരികമായിട്ടുള്ള ചില പ്രയാസങ്ങൾ എന്താണ് ഇങ്ങനത്തെ ആളുകൾ, പല ആളുകൾക്ക് ഉണ്ടാവും. ഈ ഒരു വൈകാരികമായുള്ള പ്രയാസങ്ങളെ അവർക്ക് തന്നെ നിയന്ത്രിക്കാനും അതേപോലെ അനുയോജ്യമായിട്ടുള്ള ഒരു രീതിയിൽ അവരെ മുന്നോട്ട് കൊണ്ടുപോകാനും നമുക്ക് എന്താണ് സപ്പോർട്ട് ചെയ്യാൻ കഴിയണം. ഇമോഷൻ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്, വൈകാരികമായിട്ട് അവര് സ്വയമായിട്ട് നിയന്ത്രിക്കുക എന്നുള്ള. ഒരു പ്രശ്നം വന്നു കഴിഞ്ഞു, നമ്മുടെ അടുത്ത് ഒരു 5 സെഷനോ 6 സെഷൻ ക്ലയന്റ് വന്നു കഴിഞ്ഞു. അപ്പൊ എന്താണ്, കുറെ കാലത്തിന് ശേഷം ആ സമയത്ത് കുറച്ച് ഒരു എന്താണ് ഓക്കെ ആയി എന്ന് വിചാരിക്കുക. പക്ഷെ കുറച്ച് കാലത്തിന് ശേഷം വീണ്ടും ഇതേ പ്രശ്നം തന്നെ വീണ്ടും വരാൻ സാധ്യത കൂടുതലാണ്. അപ്പൊ എന്താണ്, ഇമോഷൻ റെഗുലേഷൻ എന്ന് പറയുമ്പോൾ ഈ ഒരു പ്രശ്നം വീണ്ടും വരുന്ന സമയത്ത് എന്താണ്, ഞാൻ ഈ ഒരു ബുദ്ധിമുട്ട് വന്നപ്പോൾ ആ ഒരു കൗൺസിലിംഗ് സെഷനിൽ എനിക്ക് എന്തായിരുന്നു കിട്ടിയിട്ടുണ്ടത്, അതേ ടൂൾസ് തന്നെ ജീവിതത്തിൽ അയാൾക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. അതല്ലാതെ വരുന്ന സമയത്ത് എന്താണ്, അയാൾ വീണ്ടും കൗൺസിലിംഗ് പോകും, അടുത്ത ആളെ അന്വേഷിച്ച് പോകും. അങ്ങനെ ആവരുത്. നമ്മളൊരു ക്ലയന്റ് കിട്ടിക്കഴിഞ്ഞാൽ അയാളത് കാശ് വാങ്ങുന്നതൊക്കെ ഓക്കെ, ഓരോ സെഷൻ ഇത്ര വാങ്ങാം, അതൊക്കെ. പക്ഷെ എന്താണ്, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നിന്നും വിട്ട് പറഞ്ഞു നിൽക്കുന്ന സമയത്ത് അയാൾക്ക് എന്താണ്, ഇനി ജീവിതത്തിൽ ഇനി വരാനുള്ള പ്രയാസങ്ങൾ കണ്ടറിഞ്ഞിട്ട് അയാൾ പറയണം, നിങ്ങളുടെ ലൈഫിൽ ഇനി എന്ത് പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ്, ഒരു കൗൺസിലർക്കും നിങ്ങൾ പോകാൻ പാടില്ല. നിങ്ങൾക്ക് സ്വയം മനസ്സിലാവുന്ന രീതിയിൽ എന്താണ് ഈ ഒരു ടൂൾസുകളൊക്കെ, നമ്മൾ പറഞ്ഞിട്ടുള്ള ഈ ഒരു തെറാപ്പികളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ നിങ്ങൾക്ക് കഴിയണം. ആ രീതിയിലായിരിക്കണം അവരുടെ ഇമോഷണൽ വെൽബീങ് നമുക്ക് കൊടുക്കേണ്ടത്. ഇനിയിപ്പോ ഈ ഒരു ബിഹേവിയർ വെൽബീങ്ങിലേക്ക് വരുമ്പോൾ എന്താണ്, സ്വഭാവത്തിൽ ചില ആളുകൾക്ക് അവരുടെ സ്വഭാവം തന്നെ തിരിച്ചറിയാൻ പറ്റാത്ത സമയം ഉണ്ടാവും. പ്രത്യേകിച്ച് ഒരു പേഴ്സണാലിറ്റി ഡിസോർഡറുകളൊക്കെ സമയത്ത് NPD. ഞാൻ എൻ്റെ ക്ലാസ്സിൽ ഇപ്പൊ അടുത്ത കാലത്ത് ഒരു സെഷനിൽ ഒരു കേസ്, ഞാനിപ്പോ UAE ഇപ്പൊ അടുത്ത കാലത്ത് ഒരു അറ്റൻഡ് ചെയ്ത കേസാണ്. ആള് ഇവിടെ ഒരു വലിയൊരു ഫാമിലിയിൽ ജനിച്ചിട്ടുള്ള ഒരാളും, അദ്ദേഹത്തിന്റെ ഉപ്പയും ഉമ്മയും ഒക്കെ ഇവിടെ ജനിച്ചു വളർന്നിട്ടുള്ള ആൾക്ക് 33 വയസ്സ്. ഒരു സുപ്രഭാതത്തിൽ എന്താണ്, ആള് സ്വന്തം ചെറിയ കുട്ടിനെ, 2 വയസ്സുള്ള ഒരു കുട്ടി, ആ കുട്ടീനെ രാത്രി വന്ന് എടുത്തെറിയാണ് പുറത്തേക്ക്. അതേപോലെ വീട്ടിൽ നിന്ന് ഉള്ളിൽ ഗ്യാസ് ഒക്കെ തുറന്നിട്ടിട്ട് ആള് വലിയ വയലന്റ് ആവുന്ന രീതിയിൽ. അതിനു മുമ്പ് ഒരു സിംറ്റംസും ആൾക്ക് കണ്ടിട്ടില്ല. കാരണം അതിനു മുമ്പ് വലിയ പ്രയാസങ്ങളും ഈ വൈഫ് പറയുന്നു, എന്റെ കല്യാണം കഴിഞ്ഞ് 4 വർഷത്തിന്റെ ഇടയ്ക്ക് ഇയാൾക്കൊരു മോശമായിട്ടൊരു നെഗറ്റീവ് ആയിട്ടുള്ള സ്വഭാവം കണ്ടിട്ടില്ല. ആദ്യമായിട്ടാണ് അങ്ങനെ ഒരു സിംറ്റംസ് അയാൾ കണ്ടത്. എങ്ങനെയാണ് ഇയാൾക്ക് വന്നിട്ടുള്ളത്? പല സിറ്റുവേഷൻ, പല കാരണങ്ങൾ ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ എൻ്റെ അടുത്ത് അയാൾ കേസ് കൊടുത്തു. കേസ് കൊടുത്ത സമയത്ത് എന്താണ്, ഇതിന്റെ UAE ഒരു നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മെന്റലി ആയിട്ട് ആർക്കും കേസ് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ഇവിടുന്ന് കയറാൻ പറ്റില്ല. അതുകൊണ്ട് അവർ കേസ് കൂടുതലായിട്ട് എന്താണ്, അത് റിജക്ട് ചെയ്തു. പക്ഷെ ഡയറക്റ്റ് ആയിട്ട് എന്തൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ള രീതിയിലായിരുന്നു ആ കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുണ്ടായത്. നമുക്ക് അതിലേക്ക് വരാം. അതേപോലെയാണ് സ്വഭാവത്തിൽ ചില ആളുകൾക്ക് എപ്പോഴാണ് എങ്ങനെയാണ് ഒരു സ്വഭാവം വരുന്നതെന്ന് പറയാൻ പറ്റില്ല. ചില ആളുകൾക്ക് ഒരു പ്രശ്നം വരുന്ന സമയത്ത് ഓടിക്കളയും. ആ അവോയ്ഡൻസി എന്ന് പറയുന്നത് ആ പ്രശ്നത്തിൽ നിന്ന് ഓടി മറിഞ്ഞു കളയുക. ഇത് എനിക്ക് ശരിയാവില്ല, ഞാൻ എല്ലായിടത്തും പരാജിതനാണ്, എൻ്റെ ലൈഫിൽ ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ളത്. അപ്പോ സാധാരണയായിട്ട് എന്താണ്, ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, നാളെ നിങ്ങൾക്ക് ഒരു 50,000 രൂപ ആർക്കെങ്കിലും കൊടുക്കാനുണ്ട്. പല ആൾക്കാരോടും നമ്മൾ ചോദിച്ചു, ആരടുത്തും കിട്ടിയില്ല. മുമ്പ് നമ്മൾ പലയിടത്തും നമ്മൾ സഹായിച്ചിട്ടുണ്ട്, ആൾക്കാരുടെ അടുത്ത് ഒന്നും ഇല്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പോ നോർമൽ ആയിട്ടുള്ള ഒരാളാണെങ്കിൽ എന്താണ് ആദ്യം ചിന്തിക്കുക, പിന്നെ നമുക്ക് നാളെ ക്യാഷ് ചിലപ്പോൾ അയാൾക്ക് കൊടുക്കാനുള്ള ആളോട് കുറച്ചിട്ട് നമുക്ക് കുറച്ചുകൂടി അവധി ചോദിക്കാം, അയാളൊന്ന് പറഞ്ഞു നോക്കാം, ഞാൻ എല്ലായിടത്തും അന്വേഷിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മെന്റലി ഒരു ആങ്സൈറ്റിയോ എന്തെങ്കിലും ഒരു പ്രശ്നമുള്ള ഒരാൾ ആദ്യം എന്താ ചിന്തിക്കാന്നറിയോ, എനിക്കൊരു ബുദ്ധിമുട്ട് വന്നപ്പോൾ എന്നെ സഹായിക്കാൻ ആരുമില്ല എന്നുള്ളത്. ഞാൻ പലർക്കും മുമ്പ് സഹായിച്ചിട്ടുണ്ട്, എൻ്റെ ഒരു അവസ്ഥ ആർക്കും മനസ്സിലാക്കാൻ പറ്റുന്നില്ല, ഇത് എനിക്ക് ഞാൻ മുമ്പ് പല ആൾക്കാരെയും സഹായിച്ചു, എന്തുകൊണ്ടാണ് എനിക്കിത് മാത്രം വന്നിട്ടുള്ളത്? ഇങ്ങനെ എന്താണ് ആലോചിച്ച് എന്താണ് ആൾക്ക് മെന്റലി എന്താണ് മറ്റൊരു സ്വഭാവത്തിലേക്ക് വരാൻ. ഇങ്ങനെയാണ് പലർക്കും മാനസികമായിട്ട് പല ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. ഈ ഒരു അടിസ്ഥാനത്തിലായിരിക്കണം എന്താണ് സൈക്കോതെറാപ്പി നമ്മൾ ഉപയോഗിക്കേണ്ടത്. അവിടെ എന്താണ് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താൻ നമുക്ക് കഴിയണം. അവർക്ക് എന്താണ് ജീവിതത്തിൽ വേണ്ടത്, അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയണം.
ഇനിയിപ്പോ സൈക്കോളജിക്കൽ വെൽബീയിങ്ങിലേക്ക് വരുന്ന സമയത്ത് എന്താണ് അവർക്ക് ജീവിതത്തിലെ സ്വയം ഒരു ഐഡന്റിറ്റി ഉണ്ടാക്കി കൊടുക്കുക എന്നാണ്. സ്വയം ഒരു തിരിച്ചറിവ് ഉണ്ടാക്കുക. എനിക്ക് ശരിക്കും പറഞ്ഞ ഞാൻ നിസാബ്, ഞാൻ ആരാണ്, എനിക്ക് എന്താണ് മൂല്യമുള്ളത്, ഞാൻ ആളുകളോട് എങ്ങനെയാണ് പെരുമാറേണ്ടത്, ആളുകൾ എന്നെ എങ്ങനെയാണ് സ്നേഹിച്ചത്, എന്നോട് എങ്ങനെയാണ് അതൊരു തിരിച്ചറിവാണ്. ഇതൊന്നും തിരിച്ചറിവില്ലാണ്ട് വായി തോന്നുന്നൊക്കെ വിളിച്ചു പറയുന്ന ഒരാൾക്ക് എന്താണ് ആളുകൾ പറയാം അവൻ മോശക്കാരനാണ്. ഞാൻ തന്നെ ഇപ്പൊ നിങ്ങളോട് ഇപ്പോ ഒരു ക്ലാസ്സിൽ വന്ന് പറയാണ്, നിങ്ങൾ ഒരു നസിയമ്മ പറയാണ് നാളെ ഒരു ക്ലാസ് സെഷൻ ഉണ്ട്, അപ്പൊ ആ സെഷനിൽ എടുക്കുന്നത് ഞാനാണ്, നിസാവാണ്. അപ്പോ പോസ്റ്ററൊക്കെ റെഡിയാക്കി. അപ്പോ നിങ്ങളിൽ ഒരാൾ വന്നൊരു ഗ്രൂപ്പിൽ പറയാണ് അയാൾ ശരിയാവില്ല, അത് വേണ്ട എന്നുള്ളത്. കാരണം അയാൾക്ക് എന്താണ് എന്നെ കുറിച്ച് അയാൾക്ക് ഒന്നും അറിയില്ല. അപ്പോ അയാളെ സ്വഭാവം എവിടെ നിന്ന് പെട്ടെന്ന് റെസ്പോൺസ് ചെയ്ത് ഇയാൾ നമുക്ക് നിസാവിന് വേണ്ട ക്ലാസ് എടുക്കാൻ നമുക്ക് വേറെ ആരെയും നോക്കാം. പക്ഷെ ഗ്രൂപ്പിലെ പല ആൾക്കാരും ചോദിച്ചു എന്തുകൊണ്ട് വേണ്ട, റീസൺ എന്താണ്? അവിടെ ഇയാൾക്ക് എന്താണ് മാനസികമായിട്ടുള്ള ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുക. കാരണം എന്താ, സ്വയം തിരിച്ചറിയാനുള്ള കഴിവില്ല. ഈ ഒരു സിറ്റുവേഷൻ ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്, എനിക്ക് ഇയാളെ പറ്റി കുറച്ച് ഒന്നും അറിയില്ല, അഡ്വാൻസ് ആയിട്ടും അറിയില്ല, പിന്നെയും എനിക്കൊന്നും അറിയില്ല, ഇയാളെ കുറിച്ച് ഞാൻ എന്തിനാണ് ഇങ്ങനെ പറയുന്നത്. കാരണം ഈ ഒരു ചിന്ത എവിടുന്ന വരുന്നത്, ഈ ഒരു പ്രശ്നം പ്രതികരിക്കാനുള്ള ഇയാളെ ഒരു എന്താണ് ബുദ്ധിമുട്ട് എങ്ങനെയാണ് വരുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവരുടെ കുട്ടിക്കാലം. ഒരു കേസ് നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ പ്രസന്റ് പ്രോബ്ലം വെക്കുന്നതിന് മുമ്പ്, അയാൾ പ്രസന്റ് പ്രോബ്ലം നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവും, ക്ലയന്റ് നമ്മളോട് പറഞ്ഞു ഞാനിപ്പോ ഈ ഒരു ബുദ്ധിമുട്ടാണ് അനുഭവിക്കുന്നത്. അവിടെ നമ്മൾ കുറച്ചൊരു ബിഹൈൻഡ് ആയിട്ട് ബാക്കോട്ട് പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം വരുന്നതിന് മുമ്പ് ഇയാൾ എങ്ങനെയായിരുന്നു, അല്ലെങ്കിൽ ഇയാളുടെ സ്വഭാവം എങ്ങനെയായിരുന്നു, ഇയാൾ എങ്ങനെയൊക്കെയാണ് ജീവിച്ചത്. അപ്പൊ നമ്മൾ അവിടെയൊക്കെ പോകുക എന്താണ്, ആ ഒരു കുട്ടിക്കാലത്തും അയാൾ അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടുകളും നല്ലൊരു പാരന്റിങ് സ്റ്റൈലായിരുന്നു, ഏതൊക്കെ രീതിയിലാണ് അയാൾ ജീവിതമായിട്ട് മുന്നോട്ട് വന്നതൊക്കെ നമുക്ക് അന്വേഷിക്കുമ്പോൾ എന്താണ് ഏകദേശം അയാളുടെ ഐഡിയാസ് കിട്ടും. ഇതൊക്കെ എന്താണ് അയാൾ ഒരു പ്രശ്നം വരുമ്പോൾ അയാളുടെ ജീവിതത്തിൽ എന്തെങ്കിലും ട്രോമാസും കാര്യങ്ങളൊക്കെ നമ്മൾ എന്താണ് അന്വേഷിക്കുക മാത്രമേ എന്താണ് സൈക്കോളജിക്കലി ആയിട്ട് മാനസികമായിട്ടൊരു വെൽബീങ് അവിടെ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റൂ എന്നുള്ളതാണ്. ഇതിൽ ഇനി പ്രധാനമായിട്ടും ഇതിന്റെ ഒരു സൈക്കോതെറാപ്പിന്റെ ഗോൾസുകൾ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് മാനസികമായിട്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ നമ്മൾ കുറച്ചു കൊടുക്കുക എന്നുള്ളതാണ്. കാരണം ആങ്സൈറ്റി അല്ലെങ്കിൽ ഡിപ്രഷൻ, പിന്നെ എല്ലാ തരത്തിലുള്ള ഫിയർ, പിന്നെ കുറ്റബോധം പോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊക്കെ താൽക്കാലികമായിട്ടൊന്ന് കുറച്ചു കൊടുക്കുക എന്നുള്ളതാണ് സൈക്കോതെറാപ്പിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. പിന്നെ അതേപോലെയാണ് ഇംപ്രൂവ് കോപ്പിംഗ് സ്കിൽ. അതായത് ജീവിതത്തിൽ നേരത്തെ പറഞ്ഞതുപോലെ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ മുമ്പ് വന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇനിയും ഇതേപോലെ വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളത് നമ്മളൊരു സൈക്കോതെറാപ്പി മൂലം നമുക്ക് പഠിപ്പിക്കാൻ കഴിയണം. അതേപോലെ സെൽഫ് അവയർനെസ്, അവരുടെ സ്വയം ബോധം ജീവിതത്തിൽ എപ്പോഴും ഉണ്ടായി കൊടുക്കണം. കാരണം തന്റെ ചിന്തകളും തന്റെ പെരുമാറ്റങ്ങളും ഏത് മേഖലയിൽ കൂടെ ആണെങ്കിലും അയാൾക്ക് തിരിച്ചറിയാനുള്ള ഒരു കഴിവ് എന്താണ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക എന്നുള്ളതാണ് ഒരു കൗൺസിലർ അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് എന്ന നിലയിൽ നമുക്ക് ചെയ്യാനുള്ളത്. പിന്നെ അതേപോലെയാണ് ഈ ഒരു പ്രൊമോട്ട് പേഴ്സണൽ ഗ്രോത്ത് എന്ന് പറയുന്നത്. അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ എന്താണ് അവർക്ക് ഒരു നല്ലൊരു ജീവിതം, പ്രത്യേകിച്ച് ഒരു ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഒക്കെ വന്നിട്ട് നമ്മുടെ മുമ്പിൽ വരികയാണെങ്കിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും BDL എന്ന് പറയുന്നത്. ഇമോഷണലി ആയിട്ട് വളരെയധികം തകർന്നു നിൽക്കുന്ന ഒരാളായിരിക്കും. കാരണം ഞാൻ ആരെങ്കിലും ഒന്ന് സ്നേഹിച്ചു കഴിഞ്ഞാൽ അവരെന്നെ വിട്ടുപോകും എന്നുള്ളതായിരിക്കും പ്രധാനമായിട്ട്. അപ്പൊ ആ ഒരു ചിന്ത ഉള്ളത് കൊണ്ട് തന്നെ ആള് ഹൈ ആയിട്ടുള്ള ഡിപ്രസീവ് ആവും, ആങ്സൈറ്റി കൂടും, അഗ്രഷൻ ഉണ്ടാവും, പല ബുദ്ധിമുട്ടുകൾ. അപ്പൊ ഇവിടെ നമുക്ക് എന്താണ് അയാളൊന്ന് പൂർണ്ണമായിട്ട് ഒന്ന് മനസ്സിലാക്കിയിട്ട് എന്താണ് ജീവിതത്തിൽ നിങ്ങൾ തോറ്റു പോയിട്ടില്ല, നിങ്ങൾ ആരും ഉപേക്ഷിക്കാൻ സാധ്യതയില്ല, നിങ്ങൾക്ക് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഇങ്ങനെ പറയുന്നത്, ഇതൊക്കെ വെച്ച് നമ്മൾ അടിസ്ഥാനപരമായിട്ട് എന്താണ് സൈക്കോ തെറാപ്പിയിലെ പല തെറാപ്പികൾ ഉപയോഗിച്ചിട്ട് നമുക്ക് അവരെ മനസ്സിലാക്കി കൊടുക്കാൻ നമുക്ക് കഴിയണം. പിന്നെ അതേപോലെയാണ് ബിൽഡ് റെസിലൻസ് എന്ന് പറയുന്നത്. അവരുടെ മനസ്സിന്റെ ശക്തി എന്താണ് വളരെയധികം ലോ ആയിരിക്കും നമ്മുടെ മുമ്പിൽ വരുന്ന സമയത്ത്. അത് മാക്സിമം എന്താണ് കുറച്ചെങ്കിലും ഒന്ന് ഹൈ ആക്കി കൊടുക്കാൻ പറ്റിയിരുന്നെങ്കിൽ നമുക്ക് വളരെ ഉപകാരപ്പെടും. അപ്പോ ഇതിന് സാധാരണ സൈക്കോളജിയിൽ ഒരു വാക്കുണ്ട്, ബൗൺസ് ബാക്ക് എന്ന് പറയുന്നത്. കാരണം അവർക്ക് മാനസികമായിട്ട് ഒരു ആഘാതം ഏറ്റു, അല്ലെങ്കിൽ പലതരത്തിലെ ജീവിതത്തിലെ തിരിച്ചടികൾ അവരുടെ ലൈഫിൽ ഉണ്ടായി. അതിനുശേഷം എന്താണ് ഒരു തിരിച്ചുവരവ് അവർ നടത്താൻ എന്താണ് വളരെ ബുദ്ധിമുട്ടാവും. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടിനെ നമ്മൾ എന്താണ് പതിയെ പതിയെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെയാണ് ബൗൺസ് ബാക്ക് എന്ന് പറയുന്നത്. കാരണം ഇത്
പെട്ടെന്നൊന്നും ആയിരിക്കണം എന്നില്ല. ചിലപ്പോൾ ഒരു സെഷനിൽ ചിലപ്പോൾ പല ക്ലയന്റും എന്താണ് വന്ന ഉടനെ അവരെ ചിന്ത എന്താണ് ഇന്ന് തന്നെ വന്നിട്ട് ഒക്കെ റെഡി ആവാന്നുള്ള ചിന്തയായിട്ടായിരിക്കും നമ്മളടുത്ത് വരുന്നത്. അപ്പോൾ അതെന്താണ് നമ്മൾ പതിയെ പതിയെ ഒരു സൈക്കോ എഡ്യൂക്കേഷനിലൊക്കെ എന്താണ് ഉൾപ്പെടുത്തിയിട്ട് ആൾക്ക് ആ ഒരു സിറ്റുവേഷൻ ഒന്ന് മനസ്സിലാക്കി കൊടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഇതില് ഇതുവരെ ഓക്കെ ആണോ? എന്തെങ്കിലും ചോദിക്കാനുണ്ടെ ചോദിക്കാട്ടോ. ഓക്കെ അല്ലേ എല്ലാരും? ഓക്കെയാണ്. എന്തെങ്കിലും ഓ, ചോദിക്കാനുണ്ടെങ്കിൽ ചോദിച്ചോളൂ. സാറേ, അല്ലെങ്കിൽ ലാസ്റ്റ് നമ്മൾ അവർ നോട്ട് ചെയ്ത് വെക്കുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് ഒന്നിച്ച് ആയിക്കോട്ടെ, അങ്ങനെ ചോദിക്കാം, ലാസ്റ്റിലേക്ക് ചോദിക്കാം. അപ്പോ ഇതില് ഏറ്റവും പ്രധാനമായിട്ടുള്ള കോർ എലമെന്റ് എന്ന് പറയുന്നത് ഒരു തെറാപ്പി നമ്മൾ ഒരു സെഷൻ എടുക്കുന്ന സമയത്ത് ഏറ്റവും നല്ലത് തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് തന്നെയാണ്. അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലാണ്. എത്ര മനോഹരമായിട്ട് നമ്മൾ സംസാരിക്കാൻ പറ്റുമോ അത്രയും മനോഹരമായിട്ട് അവരുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഇറങ്ങുക എന്നുള്ളതാണ്. അപ്പോ ഒരാൾ നിങ്ങളുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അപ്പോ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളോട് പറഞ്ഞു. ആ സമയത്ത് നമുക്കൊരു മനോഹരമായിട്ടുള്ള ഒരു CBT ടെക്നിക്ക് എങ്ങനെയാ ഉപയോഗിക്കുക, എങ്ങനെയാണ് നമ്മൾ സംസാരിക്കുക? നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ നിങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. എന്നിട്ട് പോലും നിങ്ങൾ ഇത്രയും പിടിച്ചു നിന്നില്ലേ എന്നുള്ള ഒരൊറ്റ ചോദ്യം മതിയാവും ചിലപ്പോൾ നമ്മുടെ മുമ്പിൽ ഒന്ന് പൊട്ടിക്കരയാൻ അയാൾക്ക് അല്ലെങ്കിൽ അവർക്ക്. അപ്പോൾ ആ രീതിയിലായിരിക്കണം ഏറ്റവും മനോഹരമായിട്ട് തന്നെ നമ്മുടെ സംസാരം. അല്ലെങ്കിൽ എന്താണ്, മുമ്പ് എൻ്റെ നാട്ടിൽ തന്നെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ട്. കാരണം എൻ്റെ ഒരു ഫ്രണ്ടിന് ചെറിയൊരു പ്രയാസം ഉണ്ടായ സമയത്ത്, ഒരു ആങ്സൈറ്റി ഉണ്ടായ സമയത്ത് അപ്പൊ എന്നോട് പറഞ്ഞു, നീ ചെയ്യണ്ട, നമുക്ക് ഒരുമിച്ച് വേറൊരു സെന്ററിൽ പോവാം. അങ്ങനെ പോയി. എന്റെ നാട് തന്നെ, ആ സെന്ററിന്റെ പേരും ആളെ പേരൊന്നും പറയില്ല. ജസ്റ്റ് ഒന്ന് ഞാൻ എൻട്രി ചെയ്ത സമയത്ത് ഞങ്ങൾ റൂമിലേക്ക് വന്നപ്പോൾ അയാൾ ഇങ്ങനെ വലിയ ചാരു കസേരയിൽ കാലൊക്കെ വെച്ചിട്ട് ഭയങ്കര എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണ്, ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. അപ്പൊ വന്ന ഉടനെ വെച്ച് ഞങ്ങളോട് പറഞ്ഞു ഇരിക്കാൻ, എന്താ വേണ്ടത്, എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. അപ്പോ അവൻ പറഞ്ഞു എനിക്ക് പ്രശ്നം ഇതാണ് എന്ന് പറഞ്ഞപ്പോ എന്തോ ഒരു പേപ്പറിൽ എഴുതി കൊടുത്തു, ഇന്നതൊക്കെ ചെയ്താൽ മതി, ഒക്കെ ശരിയായിക്കോളും. ഇത് ഒരു തെറാപ്യൂട്ടിക് റിലേഷൻഷിപ്പ് ആണോ? ആരെങ്കിലും ഒന്ന് പറയാൻ പറ്റുമോ? ഇതൊരു റിലേഷൻഷിപ്പ് ആണോ? നല്ലൊരു അലയൻസ് നമുക്ക് അവിടെ ഉണ്ടാക്കാൻ പറ്റുമോ ഇങ്ങനെ ഒരു സെഷനിൽ? ഇങ്ങനെ ഒരു സിറ്റുവേഷൻ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ പറ്റില്ല. കാരണം എന്താണ്, അറ്റ്ലീസ്റ്റ് എന്താണ് നമ്മുടെ മുമ്പിൽ വരുന്നത് നമ്മളോട് എന്തോ കാശ് കടം ചോദിക്കാൻ വരുന്നതോ അല്ലെങ്കിൽ എന്താണ് എന്തെങ്കിലും ഉപദേശം നേടാൻ വരുന്നതൊന്നും അല്ല. ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ആരുടെങ്കിലും ഒന്ന് തുറന്ന് പറയാം. നമ്മൾ എന്താണ് അവർക്കിടയിൽ വലിയ ഡോക്ടേഴ്സ് ആണ്, അല്ലെങ്കിൽ മാലാഖമാരാണ് അവർക്കിടയിൽ. അവര് നമ്മളോട് വന്ന് പറയുന്ന സമയത്ത് നമ്മൾ ജാടയും ഇതൊക്കെ കാണിച്ച് അവിടെ ഇരിക്കുന്ന സമയത്ത് ഒന്നും അവിടെ ഒരു തെറാപ്യൂട്ടിക് അലയൻസ് അവിടെ ഉണ്ടാവില്ല. കാരണം ആ ഒരു സെഷൻ എന്താണ്, 1 മണിക്കൂർ അയാൾ എന്തെങ്കിലും തട്ടിമുട്ടി ഒപ്പിച്ച് കാശും തന്ന് പിന്നെ ഒരു ഒറ്റ വഴിക്കാണ്. പിന്നെ അയാളെ പൊടി പോലും നമുക്ക് കാണാൻ പറ്റില്ല. അതായിരിക്കരുത്. നമ്മൾ എന്താണ് അയാളുടെ മുമ്പിൽ ഇരിക്കുന്ന സമയം നമ്മൾ നമ്മളായിട്ട് തന്നെ ഇരിക്കുക. അയാളുടെ ഉള്ളിലേക്ക് തന്നെ എവിടെ നിന്നാണ് അയാൾ വന്നിട്ടുള്ളത് ആ പ്രശ്നം പൂർണ്ണമായും നമ്മൾ കേട്ടറിഞ്ഞതിന് ശേഷം അതേപോലെ എന്താണ് ഒരു നോൺ ജഡ്ജ്മെന്റൽ അല്ലാതെ ഒരു വിധിന്യായം ഇല്ലാതെ തിരിച്ച് നമുക്ക് പറയാൻ കഴിയണം അവരോട്. പിന്നെ അതേപോലെ തന്നെയാണ് ഇവരെ സംസാരിക്കുന്ന സമയത്ത് ഒരു ഫാമിലി റിലേഷൻഷിപ്പുമായി കേസുകളൊക്കെ വന്നാൽ നമ്മൾ ഒരുപാട് പ്രശ്നങ്ങൾ, അയാളെ കൊണ്ട് എനിക്ക് ബുദ്ധിമുട്ടാണ്, ഭർത്താവ് ഭയങ്കര പ്രശ്നമാണ്, ഇതൊക്കെ ഇപ്പൊ നമ്മളോട് പറയും. അപ്പൊ നമ്മൾ എന്താണ് അവിടെ പറയാം, എന്നാ താൽക്കാലികമായിട്ട് നിങ്ങൾക്കൊന്ന് അയാളോട് മാറി താമസിച്ചൂടെ, അല്ലെങ്കിൽ ഡൈവേഴ്സിന് കൊടുത്തൂടെ? ഇതൊന്നും അവിടെ പറയാൻ പറ്റില്ല, പാടില്ല എന്നുള്ളതാണ്. അവര് അനുഭവിക്കുന്ന വികാരങ്ങളും പ്രശ്നങ്ങളും അവരുടെ തന്നെയാണ്. അതേപോലെ തന്നെ ചിലപ്പോ ഈ ഒരു ഹസ്ബൻഡിന് ചിലപ്പോൾ അയാളുടെ ജീവിതത്തിൽ ആ പെൺകുട്ടിക്ക് വേണ്ടി വരും. അപ്പൊ എന്താണ്, താൽക്കാലികം നമ്മളൊന്ന് മാറാനോ ഇതൊക്കെ ചെയ്യുമ്പോ എന്താണ് അവിടെ ഒരു വല്ലാത്തൊരു ബുദ്ധിമുട്ട് അവർക്ക് ഉണ്ടാവും. അപ്പൊ എന്താണ് എന്താണ് ജീവിതത്തിൽ യഥാർത്ഥത്തിൽ ഇയാളുമായിട്ടുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഒരു ഫാമിലി റിലേഷൻഷിപ്പ് കേസുകളിൽ ഒരിക്കലും എന്താണ് അവരോട് പറയരുത്, ഞാൻ നിങ്ങളെ യോജിപ്പിച്ച് തരും അല്ലെങ്കിൽ ഡൈവോഴ്സ് ഒഴിവാക്കി തരും എന്നൊന്നും ഒരിക്കലും പറയാൻ പാടില്ല. നിങ്ങൾ ജീവിക്കുന്നത് ഒരുമിക്കാൻ നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ എന്നെ കൊണ്ട് ഒന്ന് കഴിയുമ്പോൾ എന്താണ്, നിങ്ങൾക്കിടയിലെ പ്രയാസങ്ങൾ എന്താണോ അത് എനിക്ക് തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ എനിക്ക് കഴിയും എന്നുള്ള ആ ഒരു ട്രസ്റ്റിലായിരിക്കണം നമുക്ക് പറഞ്ഞു കൊടുക്കേണ്ടത്. ഇപ്പൊ അടുത്ത കാലത്ത് ഞാനൊരു കേസ്, UAE തന്നെ ഒരു ഫാമിലി, രണ്ടും ചെറുപ്പക്കാരും 32-33 വയസ്സുള്ള, കുട്ടികളൊന്നും ആയിട്ടില്ല, കല്യാണം കഴിച്ച് 8 വർഷമായി. അയാൾ ഒരു പ്രണയവിവാഹമായിരുന്നു. +2 കഴിഞ്ഞ ആ ഒരു പ്രണയമായിരുന്നു. കല്യാണം കഴിച്ച് രണ്ടുപേരും എഞ്ചിനീയർമാരാണ്, കുട്ടികളില്ല. അപ്പൊ പുള്ളിക്കാരന് ചെറിയൊരു പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിന് ട്രീറ്റ്മെന്റ് എടുക്കാനൊക്കെ പറഞ്ഞു.
പക്ഷെ ഒരു 7 സെഷനോളം ഞാൻ ആ കേസിൽ പോയി എന്നുള്ളതാണ്. സാധാരണ ഒരു ഫാമിലി കേസിലൊന്നും ഞാൻ മാക്സിമം 5, 6 അതിന്റെ അപ്പുറം പോവല്ലേ, 7, 8, 8 ഈ 8 സെഷനും എന്താണ്, ഞാനൊരു കേൾവിക്കാരനായിട്ട് അങ്ങനെ നിൽക്കുകയാണ്. ഇവര് ഭർത്താവ് പറയും ഫുൾ കംപ്ലൈന്റ് ആണ്, ഫുൾ പരാതികളാണ്. അതേപോലെ ഈ പെൺകുട്ടി വന്ന് പറയും ആളെ കുറിച്ച് ഫുൾ കംപ്ലൈന്റ്. കാരണം എന്താണ്, നമ്മൾ ഇങ്ങനെ നിന്നൊടുക്കുക, പൊട്ടനായിട്ട് അവരുടെ ഇടയിൽ ഇങ്ങനെ നിന്നൊടുക്കുക. അതൊരിക്കലും നമ്മൾ, കാരണം ഇവർക്ക് ഒരു 1, 2 സെഷനോ നമ്മൾ തുടങ്ങി കഴിഞ്ഞാൽ അവിടെ എന്താണ്, ഈ നെഗറ്റീവ് പറയൽ അവിടെ നമ്മൾ സ്വയമായിട്ട് നിർത്തണം. പിന്നെ അതേപോലെ ഇവിടെ ഒരു പ്രശ്നം വരാനുള്ള സാധ്യത എന്താണ്, ഒരു മെയിലാണ്, പെൺകുട്ടി വിചാരിച്ചത് എന്താണ്, ഞാൻ അയാൾക്ക് സപ്പോർട്ടാണ്, അതുകൊണ്ടാണ് എന്നെ പൂർണ്ണമായിട്ടും കേൾക്കാൻ ശ്രമിക്കാത്തത്, അതുപോലെ പല പല പ്രശ്നങ്ങളും എന്റെ ഭാഗത്ത് നിങ്ങൾ സ്വയമായിട്ട് അയാൾക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്തിട്ടുള്ളതാ. ഞാൻ ആ കേസ് ഒഴിവാക്കി. കാരണം എന്ത് പറഞ്ഞിട്ടും കേൾക്കാത്ത ഒരു ടൈപ്പ് ഓഫ് ഇതാണ്, കപ്പിൾസ് ആണ് അവർ രണ്ടുപേരും. അപ്പൊ എന്താണ്, നമുക്ക് അവിടെ പ്രയോജനവും കാര്യമൊന്നും ഇരുന്നിട്ട് കാര്യമില്ല. അപ്പൊ തൽക്കാലം കേസ് ഒഴിവാക്കി. ഇതേപോലെ നമ്മുടെ അടുത്ത് വരുന്ന കേസ് എല്ലാം നന്നാക്കണം എന്നുള്ള ചിന്തയൊന്നും നമുക്കില്ല. ആവശ്യമുള്ളത് മാത്രം കയ്യിൽ ഒതുങ്ങുക. അത് നമുക്ക് എന്തായാലും ഒരു ഏണിംഗ് ആണെങ്കിലും നല്ല ഏത് രീതിയിലാണ് നമുക്ക് കിട്ടേണ്ടത് എവിടെയായാലും വരും. പിന്നെ ഈ ഒരു കോൺഫിഡൻഷ്യൽ ആൻഡ് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ക്ലയന്റ് പറയുന്ന എല്ലാ കാര്യങ്ങളും എന്താണ് നമ്മൾ തുറന്ന് പിന്നെന്താണ് വളരെയധികം സൂക്ഷ്മതയോട് സൂക്ഷിക്കുന്നത് നല്ലതാണ്. പ്രത്യേകിച്ച് ഒരു ഫാമിലി കേസിലൊക്കെ വരുന്ന സമയത്ത് ഭർത്താവ് പറയുന്നത് കേട്ട് ഭാര്യനോട് പറയാൻ, നമ്മൾ ഭർത്താവുമായിട്ട് സംസാരിച്ചു, അത് ഭാര്യനോട് പറയാൻ പാടില്ല. ഭാര്യ പറയുന്നത് ഈ ഭർത്താവിനോട് പറയാൻ പാടില്ല. കാരണം എന്താണ്, നമ്മൾ പറയുന്ന കാര്യം ഇവർ പറഞ്ഞു പോയാല് വീട്ടിൽ പോയിട്ട് നീ ആ കൗൺസിലർ എന്നെ പറ്റി അത് പറഞ്ഞില്ലേ, ഇത് പറഞ്ഞില്ലേ എന്നുള്ള പല പ്രശ്നങ്ങളും നമുക്ക് എതിരെ ഉണ്ടാവും. അവിടെ എന്താണ്, ഈ ഒരു ട്രസ്റ്റും ഈ ഒരു കോൺഫിഡൻസും അവിടെ നശിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അത് വളരെയധികം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഈ ക്ലയന്റുമായിട്ട് നമ്മൾ നേരിടുന്ന സമയത്ത് വളരെ വിശ്വാസത്തോടു കൂടിയും അതേപോലെ പിന്നെ വളരെ എന്താണ് സേഫ്റ്റി ആയിട്ട് ഒരു പ്ലേസ് നമ്മളായിട്ട് ഉണ്ടായി. പിന്നെ അതേപോലെ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് വളരെ സിറ്റിയിൽ ഒരു മാളില് പിന്നെ അതേപോലെ ഒച്ചയും ബഹളം ഉണ്ടാകുന്ന ആ ഒരു ഏരിയയിലും മാക്സിമം എന്താണ് ഒഴിവാക്കുക. ഒരു സ്പേസ് അവർക്ക് തോന്നും. കാരണം അവർ ചിലപ്പോ പലരും കാണാണ്ടും അറിയാതൊക്കെ വരുന്ന കൗൺസിലേഴ്സ് ഈ ഒരു ക്ലയന്റ് ആണെങ്കിൽ ആളുകൾക്കിടയിലൊക്കെ ഒരു മാളിൽ കയറി വരുന്നു, അതൊക്കെ അവർക്ക് ബുദ്ധിമുട്ടാവാനുള്ള സാധ്യതയുണ്ട്. പിന്നെ ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു എലമെന്റ് ആണ് ക്ലയന്റ് സെന്റേഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഈ ഒരു ക്ലയന്റ് സെന്റേഡ് അപ്രോച്ച് എന്ന് പറയുന്ന ഒരു തെറാപ്പി തന്നെയാണ് സൈക്കോ തെറാപ്പിയിൽ ഏറ്റവും ബെസ്റ്റ് ടൂളാണ്. ഇവിടെ നിന്ന് കറക്റ്റ് ആയിട്ട് നമ്മൾ ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അയാളുടെ മുമ്പത്തെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒന്നും കേൾക്കാതെ ഡയറക്റ്റ് ആയിട്ട് എന്താണ് നിങ്ങൾക്ക് ആവശ്യം, എന്താണ് നിങ്ങളുടെ യഥാർത്ഥത്തിൽ ഇപ്പൊ നിലവിൽ അനുഭവിക്കുന്ന വൈകാരികമായുള്ള പ്രയാസങ്ങൾ എന്താണ് എന്ന് ഡയറക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു അപ്രോച്ചാണ് ക്ലയന്റ് സെന്റേഡ് അപ്രോച്ച് എന്ന് പറയുന്നത്. അത് നമ്മൾ സാധാരണ 2 തരത്തിലുള്ള ഒരു അപ്രോച്ചുകൾ ഉണ്ട്. ഒന്നാണ് ഈ പറഞ്ഞ പോലെ എക്ലറ്റിക് അപ്രോച്ച്, അതേപോലെ ഇന്റർഗ്രേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത്. ഇന്റർഗ്രേറ്റീവ് അപ്രോച്ച് എന്ന് പറയുന്നത് പല തെറാപ്പികളിൽ നിന്നും നമുക്ക് എന്താണ് കുറച്ച് കാര്യങ്ങൾ ടൂൾസ് ഒക്കെ എടുത്ത് കൊടുക്കുന്നില്ല. അതേപോലെ എക്ലറ്റിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, നമ്മുടെ മനസ്സിൽ ഈ ഒരു ക്ലയന്റിനെ കുറിച്ച് നമുക്ക് എന്താണ് തോന്നുന്നത്, ആ സിറ്റുവേഷൻ ഈ ഒരു ക്ലയന്റിന് നമുക്ക് എന്താണ് കൊടുക്കാൻ പറ്റുന്നത്, അതിനെ കുറിച്ച് എന്താണ് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കുന്ന ഒരു അപ്രോച്ചാണ് ക്ലയന്റ് ഈ ഒരു എക്ലറ്റിക്. അതിൽ ഏറ്റവും ബെസ്റ്റ് ആണ് ക്ലയന്റ് സെന്റർ അപ്രോച്ചിൽ പെടുന്ന ഒരു വിഭാഗം. ഇനിയിപ്പോ സ്ട്രക്ചേർഡ് സെഷനിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, വ്യക്തമായിട്ട് നമ്മൾ ക്ലയന്റിനോട് പറയാൻ കഴിയണം ഇത്ര സെഷൻ നിങ്ങൾക്ക് വേണം, ഇത്ര ഫീ ആവും ഓരോ സെഷനിൽ. കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് അവിടെ എല്ലാ സെഷനിലും വരാൻ സാധ്യത ഉണ്ട്, നിങ്ങൾ വരണം, എന്നാൽ മാത്രമേ നിങ്ങളെ പ്രയാസങ്ങൾ മാറാൻ കഴിയൂ. പ്രത്യേകിച്ച് OCD പോലെയുള്ള ആ ഒരു ആങ്സൈറ്റി പോലെയുള്ള കേസുകളിലൊക്കെ എന്താണ്, ആളുകൾ എക്സ്പോഷർ തെറാപ്പി നമ്മൾ കേട്ടിട്ടുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എക്സ്പോഷർ കൊടുക്കുന്ന സമയത്ത് ആൾക്ക് വല്ലാധികം പേടിയും കാര്യങ്ങളുണ്ട്. അപ്പൊ എന്താണ്, ആള് ഒരു സെഷനൊക്കെ മിസ്സാക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സാമ്പത്തികമായിട്ട് ഒരു ബുദ്ധിമുട്ടൊക്കെ ഉള്ള ആളുകളാണ് നമ്മൾ മുൻകൂട്ടി അറിഞ്ഞിട്ട് എന്താണ് അവർക്ക് നമ്മൾ അത് അഡ്ജസ്റ്റ്മെന്റ് ചെയ്ത് കൊടുക്കുക. പക്ഷെ മറ്റു തരത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് ഒരിക്കലും കറക്റ്റ് ആയിട്ട് ചെയ്ത് കൊടുക്കുക. പിന്നെ അതേപോലെ എന്താണ്, നമ്മളൊരു സെഷൻ പറഞ്ഞിട്ടുണ്ട്, 6 മണിക്ക് ഒരു സെഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് നമ്മൾ വരിക. 6 മണിക്കെങ്കിൽ 6 മണിക്ക് അവരെ മുമ്പിലെത്താൻ നമ്മൾ ശ്രമിക്കുക. 6 മണി കഴിഞ്ഞിട്ട് 6:05 6:10 ഇങ്ങനെ ടൈം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്താണ്, വളരെയധികം തെറ്റായിട്ടുള്ളൊരു ദിശയിൽ. കാരണം എന്താണ്, അവര് നമ്മളെ വേണ്ടി കാത്തിരിക്കുകയാണ്. കാരണം ഓരോ നിമിഷങ്ങൾ കഴിയുമ്പോൾ അവരുടെ ചിന്തകൾ വല്ലാത്തൊരു ഇതിലേക്കാ പോവുക. കാരണം ഞാൻ എന്താണ് ആ ഒരു തെറാപ്പിസ്റ്റിനോട് കൗൺസിലറോട് പറയുക, ഞാൻ എങ്ങനെയാ തുടങ്ങും, ഇങ്ങനെ ഇങ്ങനെ ആലോചിച്ച് കൂട്ടുകയായിരിക്കും. അപ്പൊ നമ്മൾ നേരം പോകുന്നതനുസരിച്ച് ആളെ ആങ്സൈറ്റി കൂടും, വളരെ മറ്റു തരത്തിലുള്ള മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ വരാനുള്ള സാധ്യതകളുണ്ട്.
അപ്പോൾ സെഷന് തീരുമാനിക്കുമ്പോൾ എന്താ വ്യത്യസ്തമായിട്ട് നല്ല രീതിയിൽ തന്നെ പിന്നെ തീരുമാനിക്കുക. പിന്നെ അതേപോലെ ഈ ഒരു സെഷൻ എന്താണ്, ഏതൊക്കെ രീതി, ഒരു ആദ്യത്തെ സെഷന് നമ്മൾ നന്നായി കേസ് കേൾക്കുക എന്നുള്ളതായിരിക്കും, അസസ്മെന്റ് ടൂൾസ് ഒക്കെ എടുക്കുക. അപ്പൊ അടുത്ത സെഷനിലേക്ക് പോകുന്ന സമയത്ത് വ്യക്തമായിട്ട് ഒരു ക്ലയന്റിന് എന്താണ് കൊടുക്കണമെന്നത്, ഏത് തെറാപ്പിയാണ് നമുക്ക് ഇവിടെ ഉപയോഗിക്കാൻ പറ്റുക എന്നുള്ളത് ഒരു ധാരണ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് നല്ലതാണ്. പിന്നെ അതേപോലെയാണ് എവിഡൻസ് ബേസ്ഡ് ടെക്നിക്ക്. നമ്മൾ കൊടുക്കുന്നത് സയന്റിഫിക് ആയിട്ടുള്ള ടൂൾസുകളായിരിക്കും കൊടുക്കേണ്ടത്. കാരണം എന്താണ്, കുറെ കേട്ടു നിങ്ങൾ റിലാക്സേഷൻ മെത്തേഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ എന്താണ് ഇന്നൊരു രീതി എക്സ്പോഷർ ഉണ്ട് ഞാനത് കാണിച്ചു തരാം അതേപോലെ അങ്ങ് ചെയ്താൽ മതി കുറെ. അതുപോലെ ആവരുത്. നമ്മൾ എന്ത് റിലാക്സേഷൻ കൊടുക്കുന്നത്, അല്ലെങ്കിൽ എന്ത് ടൂൾസ് ആണോ, ഏത് അസസ്മെന്റ് ടൂൾസുകളാണ് നമ്മൾ, അതിന്റെ എല്ലാ വർക്ക് ഷീറ്റും നമ്മുടെ കയ്യിൽ വേണം. അതിനനുസരിച്ച് അവർക്കൊരു തെളിവുണ്ടാവണം. എന്റെ ഈ ഒരു പ്രയാസം മാറ്റാൻ ഈ ഒരു കൗൺസിലർ ഉപയോഗിച്ചിട്ടുള്ള വ്യക്തമായിട്ടുള്ള ടൂൾസുകൾ തന്നെയാണ്, അതേപോലെ സയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അവർക്ക് എന്താണ് ഒരു വിശ്വാസം വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ഇനി ഇതാണ് നോർമലായി കുറച്ച് കാര്യങ്ങൾ. നമുക്ക് കുറച്ചൊരു 2-3 തെറാപ്പികൾ പറയാം. ഏതൊക്കെയാണ് മേജർ ആയിട്ട് അപ്രോച്ചസ് എന്നുള്ളതിൽ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് CBT എന്നത്. CBT കേട്ടിട്ടുണ്ടോ? കുറച്ചു പേരൊക്കെ കേട്ടിട്ടുണ്ടാവും. CBT എന്ന് പറഞ്ഞാൽ ഓക്കെ. കേട്ടിട്ടുണ്ട്. ആ CBT ഞാൻ എന്നെ കുറിച്ച് പറയാണ്. ഏറ്റവും കൂടുതൽ ഞാൻ കൊടുക്കുന്ന ഒരു കേസ്, ഇപ്പോഴത്തെ കാലത്ത് ക്ലയന്റുകൾ നമ്മളോട് ചോദിച്ചു പറയും എനിക്ക് CBT മതി എന്ന് പറഞ്ഞു വരുന്ന ആളുകളുണ്ട് നമ്മുടെ മുമ്പിൽ. അല്ലെങ്കിൽ DBT CBT ആണ് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടിരിക്കുന്ന തെറാപ്പി. കാരണം അവർക്കൊരു സിമ്പിൾ വേയിൽ കൂടെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റും. ഇതില് പിന്നെ കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി എന്നാണ് ഇതിന് പറയുന്നത്. പൂർണ്ണമായിട്ടുള്ളൊരു ഇത് ആരോൺ ടി ബെക്ക് ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ട് ഒരു മോഡൽ വെച്ചിട്ടാണ് ഈ ഒരു ക്ലയന്റിനെ നമ്മൾ ആ ഒരു പ്രയാസങ്ങൾ മനസ്സിലാക്കി. ഈ ഒരു CBTന്റെ മോഡൽ എന്ന് പറയുമ്പോൾ പഠിച്ചവർക്ക് അറിയാം. നമ്മളൊരു പേപ്പർ ഉണ്ടാകും, പേപ്പർ വരച്ചിട്ട് എന്താണ് ഒരു സിറ്റുവേഷൻ എഴുതുന്നു, എന്താണ് നമ്മളോട്, എന്താണ് ക്ലയന്റ് നമ്മളോട് എന്താണ് പ്രസന്റ്ലി പ്രോബ്ലം പറഞ്ഞത്, ആ സിറ്റുവേഷനിൽ എഴുതുക. അതിനുശേഷം ഒരു ഓട്ടോമാറ്റിക് തോട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കാര്യമുണ്ട്. അതായത് ആ ഒരു സിറ്റുവേഷനിൽ എന്ത് ചിന്തകളാണ് ഈ ഒരു ക്ലയന്റിന്റെ മനസ്സിലൂടെ പോയിട്ടുള്ളത്. ഒരു പ്രശ്നം സംഭവിച്ചു, ഒരു ഉദാഹരണം, ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ ഒരു പ്രശ്നം സംഭവിച്ചു, അയാൾ എന്നെ നിരന്തരമായിട്ട് ഉപദ്രവിക്കുകയാണ്, അയാൾ ഒരു NPD ക്ലയന്റ് ആണ്, അല്ലെങ്കിൽ ഇയാളൊരു വിക്ടിമാണ്. അപ്പൊ ആ രീതിയിൽ എന്താണ് നിരന്തരമായിട്ട് ഇയാൾ ഉപദ്രവം വീട്ടിൽ നിന്ന് ഈ ഒരു പെൺകുട്ടി അല്ലെങ്കിൽ പിന്നെ അവരെ അനുഭവിക്കുകയാണ്. അപ്പൊ നമ്മൾ ആ ഒരു വിക്ടിമായിട്ട് നമ്മളെ മുമ്പിൽ എത്തുമ്പോൾ ഏത് സിറ്റുവേഷൻ എഴുതാൻ നമുക്ക് കൺഫ്യൂഷൻ ആയിരിക്കും. ജീവിതത്തിലൊന്നും പ്രശ്നങ്ങളാണ്. അപ്പൊ ഇപ്പൊ നിലവിൽ എന്ത് പ്രശ്നമാണ് ഡെയിലി ലൈഫിൽ അവരെ ബാധിക്കുന്ന ആ സിറ്റുവേഷൻ അവരെ കൊണ്ട് എഴുതിപ്പിക്കുക. എന്നിട്ട് അതിനുശേഷം എന്താണ്, ആ എഴുതിയതിനു ശേഷം ആ സിറ്റുവേഷൻ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിലൂടെ എന്തൊക്കെ ചിന്തകളാണ് കടന്നു പോയിട്ടുള്ളത്, ആ ചിന്തകൾ നടക്കുന്ന സമയത്ത് നിങ്ങളുടെ മനസ്സിൽ അല്ലെങ്കിൽ ശാരീരികമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ്, വൈകാരികമായിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് അനുഭവിച്ചിട്ടുള്ളത്. ദേഷ്യമാണോ, അഗ്രഷൻ ആണോ, അല്ലെങ്കിൽ സങ്കടമാണോ, ഫിയർ ആണോ, ഇതിന് പലതരത്തിലുള്ള എന്തെങ്കിലും വൈകാരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ. ആ സമയത്ത് നിങ്ങൾ എന്താണ് ബിഹേവിയർ എന്ന് പറയുന്നത് എന്താണ്, സ്വഭാവം, പെരുമാറ്റപരമായിട്ട് നിങ്ങൾ എന്താണ് അവിടെ കാണിച്ചിട്ടുള്ളത്. ഒരു സിറ്റുവേഷൻ വരുന്നു അയാളുടെ ലൈഫിൽ, ആ സിറ്റുവേഷനെ പറ്റി എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണ് വരുന്നത്. ആ ചിന്തകൾ വരുന്ന സമയത്ത് എന്താണ് അയാൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും എന്തൊക്കെയാണ് ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടുള്ളത് എന്ന് ക്ലയന്റ് പറഞ്ഞതനുസരിച്ച് നമ്മൾ ക്ലയന്റിനെ പഠിപ്പിക്കുകയാണ് തെറാപ്പി. നിങ്ങളുടെ പ്രശ്നം വന്നിട്ടുള്ളത് ഈ ഒരു രീതിയിലാണ്. അപ്പൊ നേരത്തെ നമ്മളൊരു ഉദാഹരണം പറഞ്ഞിട്ടില്ലേ, ഒരാൾക്ക് 50,000 രൂപ വന്നു. അപ്പോ 50,000 രൂപ നാളെ കൊടുക്കണം എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ആണ് അയാൾ. ആ സിറ്റുവേഷൻ സമയത്ത് ഓട്ടോമാറ്റിക് തോട്ട് എന്ന നെഗറ്റീവായിട്ട് അയാൾ എന്തൊക്കെ ചിന്തിച്ചു കൂട്ടിയിട്ടുള്ളത്. ആ ചിന്തിച്ചത് എന്താണ്, എന്നെ ആരും സഹായിക്കാനില്ല, ഞാൻ മുമ്പ് പല ആൾക്കാരെയും സഹായിച്ചിട്ടുണ്ട്. അപ്പൊ അതിനുശേഷം എന്താണ് അയാൾക്ക് റിയാക്ഷൻ എന്തൊക്കെയാണ്, ആദ്യം ഈ ഇമോഷണലി അയാൾക്ക് വല്ലാതെ സങ്കടം തോന്നി, ഒറ്റപ്പെടലായി തോന്നി, വളരെ വളരെ ബുദ്ധിമുട്ട്, മാനസികമായിട്ടൊരു ബുദ്ധിമുട്ടും ദേഷ്യമൊക്കെ തോന്നി, ആൾക്കാരോടൊക്കെ ദേഷ്യം തോന്നി. അപ്പോൾ പിന്നീട് അയാൾ എന്താണ് ഈ ഒരു ബിഹേവിയർ എന്താണ് കാണിച്ചിട്ടുള്ളത്, പറഞ്ഞ് വീട്ടിൽ പോയി പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ആൾക്കാരോട് പിന്നെ ഫോൺ എടുക്കാതെ ഈ കാശ് കൊടുക്കാനുള്ള ആൾക്കാർ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇയാൾ ഫോൺ എടുക്കാതായി, പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ ഉണ്ടായി. പിന്നെ ഫൈനലി ആയിട്ട് ഫിസിയോളജിക്കലായി സംഭവിക്കുക എന്താണ്, ആള് പൂർണ്ണമായിട്ടും എന്തെങ്കിലും ഒരു ഒരു ഡിപ്രഷനിലേക്കോ ഒരു ആങ്സൈറ്റിയിലേക്കോ പോവാനുള്ള സാധ്യതയുണ്ട്. ഇതാണ് ഒരു കൊഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പിയിൽ നടക്കുന്നത്. ഇതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ടൂൾസ് ആണ് പിന്നെ ഈ പറഞ്ഞതുപോലെ ഈ ഒരു
ഓട്ടോമാറ്റിക് തോട്ടൊക്കെ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ തോട്ട് റെക്കോർഡ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വർക്ക് ഷീറ്റ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിൽ നിങ്ങൾ പഠിച്ചവർക്കറിയാം, ഇതിന്റെ കൂടെ ഷെയർ ചെയ്യാൻ എനിക്ക് പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ മാമിനെ അയച്ചു കൊടുക്കുന്നത് പറ്റുന്നുണ്ടെങ്കിൽ ഗ്രൂപ്പിലൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് തോട്ട് റെക്കോർഡൊക്കെ ഒന്ന് എഴുതി നോക്കിയാൽ നന്നായിരിക്കും. കാരണം ജീവിതത്തിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഏത് സിറ്റുവേഷൻ ആയിരിക്കും, ചെറിയൊരു ടെൻഷൻ വന്ന സമയത്ത് ആ സിറ്റുവേഷൻ എഴുതുക. ആ സിറ്റുവേഷൻ സമയത്ത് ഞാൻ എന്തൊക്കെയാണ് ചിന്തിച്ചിട്ടുള്ളത്, എനിക്ക് മാനസികമായിട്ടും ശാരീരികമായിട്ടും ബിഹേവിയർ ആയിട്ടും എന്തൊക്കെയാണ് ഞാൻ അനുഭവിച്ചിട്ടുള്ളത്. ഇതേ ഒരു പ്രശ്നം നിങ്ങളുടെ ലൈഫിൽ അല്ലെങ്കിൽ നിങ്ങളെ കൂട്ടുകാർക്കാണെങ്കിലും അല്ലെങ്കിൽ ഫാമിലിയിൽ ആർക്കെങ്കിലും വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് അഡ്വൈസ് ആണ് അവിടെ കൊടുക്കുക? ഇതാണ് ഒരു തോട്ട് റെക്കോർഡിന്റെ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഓക്കെ ആണോ CBT? ഇതാണ് സിമ്പിൾ വേ. നമ്മളെ സമയത്തിന്റെ ഒരു പരിധി കൊണ്ട് ചെറുതായിട്ട് ആക്കിയതാണ്. ഇപ്പൊ എല്ലാവർക്കും താല്പര്യമുണ്ട് നമുക്കൊരു CBT ഒരു കോഴ്സ് തന്നെ നമുക്ക് ഒരു താല്പര്യം ചെയ്യാം, അതും ഓക്കെയാണ്. ഇനി അടുത്തൊരു തെറാപ്പിയാണ് സൈക്കോ ഡൈനാമിക് തെറാപ്പി എന്ന് പറയുന്നത്. അതായത് ഇത് സിഗ്മണ്ട് ഫ്രോയിഡിൻ്റെതാണ്. അപ്പോൾ ഇത് സിഗ്മണ്ട് ഫ്രോയിഡിന്റെ നിങ്ങൾ ഏതൊരു കൗൺസിലിംഗ് കോഴ്സ് പഠിച്ചാലും അതിൽ ഇയാളെ കുറിച്ച് പഠിക്കാത്ത ഒരു ചാപ്റ്റർ ഉണ്ടാവില്ല എന്നുള്ള. ഫാദർ ഓഫ് സൈക്കോളജി എന്നാണ് ഇദ്ദേഹത്തെ കുറിച്ച് പറയുന്നത്. സൈക്കോ ഡൈനാമിക്, സൈക്കോ സെക്ഷുവൽ തിയറി, ഒരുപാട് തിയറികൾ ഉണ്ട് ഇയാളുടെ. അപ്പോൾ ഇതിൽ പ്രധാനമായിട്ടും ഇദ്ദേഹത്തിന്റെ ഒരു തിയറി എന്ന് പറയുന്നത് അൺകോൺഷ്യസ് പ്രോസസ്സിംഗ് ആണ്. ഒരാളുടെ അപബോധ മനസ്സിലുള്ള അൺകോൺഷ്യസ് മൈൻഡിലുള്ള ഒരുപാട് പ്രവർത്തനങ്ങളുണ്ട്. അതൊരിക്കലും പല ആളുകൾക്കും തിരിച്ചറിയാൻ പറ്റുന്നില്ല. സാധാരണയായിട്ട് ഒരു മെന്റൽ ഇൽനെസ് ഉള്ള ഒരാൾക്ക് എന്താണ്, അയാൾ ഉള്ളിൽ കിടക്കുന്ന അല്ലെങ്കിൽ ബ്രെയിനിൽ കൂടെ നടക്കുന്ന പല പ്രവർത്തനങ്ങളും എന്താണ് അയാൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. ഈ ഒരു തിരിച്ചറിവ് എന്താണ് ആളുകൾക്ക് എന്താണ് കോൺഷ്യസ് മൈൻഡിലേക്ക് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു തിയറിയാണ് സൈക്കോ ഡൈനാമിക് എന്ന് പറയുന്നത്. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത് കുട്ടിക്കാലത്ത് ഉണ്ടാകുന്ന പല പ്രയാസങ്ങളായിരിക്കും. ഇദ്ദേഹം പറയുന്നത് ഒരാൾക്കൊരു പ്രശ്നം ഉണ്ടാവണമെങ്കിൽ അത് പെട്ടെന്ന് ഉണ്ടായിട്ടുള്ളതല്ല. മുമ്പ് കുറെ കാലങ്ങൾക്ക് മുമ്പ് അയാൾ കുട്ടിക്കാലത്ത് പാരന്റിങ് സ്റ്റൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും അബ്യൂസോ എന്തെങ്കിലും ട്രോമയോ ഇങ്ങനെ പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ചെറുപ്പകാലത്ത് ഉണ്ടായിട്ട് അല്ലെങ്കിൽ ഇയാൾ പ്രശ്നം വരുന്നതിന് മുമ്പ് പലതരത്തിലുള്ള ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുണ്ടാവും. അത് കാരണമാണ് ഇപ്പൊ യഥാർത്ഥത്തിൽ ഒരു പ്രശ്നം അയാളുടെ ലൈഫിൽ ഉണ്ടാകുന്നത്. അപ്പോൾ ഈ ഒരു പ്രശ്നം അവർക്ക് മനസ്സിലാക്കി കൊടുക്കുക ഏതൊക്കെ ഈ ഒരു തെറാപ്പി മൂലം. അതേപോലെ ഇൻസൈറ്റ് ഓറിയന്റഡ് എന്ന് പറയുമ്പോൾ അവർക്ക് ഉള്ളിൽ കിടക്കുന്ന ഒരു ഇൻസൈറ്റ്, അവരുടെ വികാരങ്ങളെയും അതേപോലെ പെരുമാറ്റ ശൈലികളെയൊക്കെ നല്ല രീതിയിൽ അവർക്ക് തന്നെ മനസ്സിലാക്കുക. ഒരു സിറ്റുവേഷനിൽ ഞാൻ എങ്ങനെയാണ് പെരുമാറേണ്ടത്, അത് ഞാൻ ആളുകളോട് എങ്ങനെയൊക്കെ സംസാരിക്കണം, എന്റെ പ്രശ്നങ്ങൾ യഥാർത്ഥത്തിൽ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, എനിക്ക് സപ്പോർട്ടീവ് ആയിട്ട് ആരൊക്കെയാണ് എന്നുള്ളത് ഒരു ഇൻസൈറ്റ് ആയിട്ട് ഈ ഒരു ക്ലയന്റിനെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്ന രീതിയാണ് സൈക്കോ ഡൈനാമിക് തെറാപ്പി എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഹ്യൂമനിസ്റ്റ് പേഴ്സൺ സെന്റേർഡ് തെറാപ്പി എന്നുള്ളതാണ്. ഇത് ഒരു കാൾ റോജേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സൈക്കോ തെറാപ്പിസ്റ്റ് തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത്. പക്ഷെ ഇതിനൊരു പ്രത്യേകതയുണ്ട്, മറ്റുള്ള തെറാപ്പികളെ കൂടി ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു തെറാപ്പിയാണിത്. കാരണം ഇത് ഏറ്റവും ഒരു സങ്കടം പറഞ്ഞു വരുന്ന ആളുടെ മുമ്പിൽ നമുക്ക് ഏറ്റവും കൂടുതൽ എമ്പതറ്റിക്കലി ആയിട്ട് സഹാനുഭൂതിയോട് കൂടി സംസാരിക്കാൻ പറ്റുന്ന ഒരു രീതിയാണ്. കാരണം ക്ലയന്റിന്റെ അനുഭവങ്ങൾ നമ്മൾ നേരിട്ട് കേൾക്കുക, ആ സമയത്ത് തന്നെ അവർക്ക് ഏറ്റവും മനോഹരമായിട്ട് അവരോട് ആ സപ്പോർട്ട് ചെയ്യിച്ചപ്പോൾ എഴുന്നേറ്റ് നിന്ന് അവരെ ഒന്ന് ജസ്റ്റ് തലോടാൻ നമുക്ക് കഴിയണം. പിന്നെ അതേപോലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സപ്പോർട്ടിൽ കൂടെ തന്നെ ഈ ഒരു പോസിറ്റീവ് റിഗാർഡ് കൊടുക്കുക എന്നുള്ളതാണ്. കാരണം നിങ്ങളുടെ ഒരു പ്രശ്നങ്ങൾ ഈ ലൈഫിൽ പൂർണ്ണമായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു, നിങ്ങൾ ഒരുപാട് പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ടാണ് ഈ ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുള്ളത്. പക്ഷെ നിങ്ങളുടെ കൂടെ ഞാൻ എപ്പോഴും ഉണ്ടാകും, നിങ്ങൾക്ക് എന്നോട് എന്തും തുറന്നു പറയാം. പിന്നെ അതേപോലെ ഇതില് അവർ പറയുന്ന കാര്യങ്ങൾ ഇപ്പൊ പ്രസന്റ്ലി ആണ് നമുക്ക് നോക്കേണ്ടത്. ഒരു CBT നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ മുമ്പത്തെ കഴിഞ്ഞിട്ട് എല്ലാ പ്രയാസങ്ങളും, കാരണം ഒരു പ്രയാസം വരുന്നതിന് മുമ്പ് അയാളെ മുമ്പ് കഴിഞ്ഞത് എങ്ങനെയൊക്കെ നമ്മൾ നോക്കും. അതേപോലെ ഈ ഒരു സൈക്കോ ഡൈനാമിക്കിലേക്ക് വരുന്ന സമയത്ത് ഉള്ളിൽ കിടക്കുന്ന അൺകോൺഷ്യസ് ആയിട്ടുള്ള പ്രയാസങ്ങൾ ഉണ്ടാവും, അത് നോക്കാൻ. പക്ഷെങ്കിൽ ഈ ഒരു പേഴ്സൺ സെന്റർ തെറാപ്പിയിൽ വരുമ്പോൾ ഇപ്പൊ നിലവിൽ നിങ്ങൾ എന്താണ് അനുഭവിക്കുന്നത്, അതാണ് നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുകയാണ് ക്ലയന്റിനോട്. ഈ ഒരു തെറാപ്പിയാണ് നിങ്ങൾ ഒരു സെഷനിൽ ഉപയോഗിക്കുന്നതെങ്കിൽ ക്ലയന്റിനോട് നമ്മൾ ചോദിക്കും, ഇപ്പൊ നിലവിൽ നിങ്ങൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്. അതിന് നമ്മൾ എമ്പതി ഉപയോഗിക്കും, ജെനുവിനെസ് ഉപയോഗിക്കും. കാരണം തുറന്നു പറയാൻ ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള ഒരു സ്ഥലം ഇവിടെ തന്നെയാണ്, ഞാൻ നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്ന എന്തും എന്നോട് പറയാം എന്നുള്ള രീതിയിലായിരിക്കണം. പിന്നെ അത് അവർക്ക് തന്നെ അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ ചിന്തകൾ,
പിന്നെ അതേപോലെ അവരുടെ വികാരങ്ങളൊക്കെ നമ്മോട് ഷെയർ ചെയ്യാനുള്ള ഒരു സ്പേസ് നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക. പിന്നെ അതേപോലെ എന്താ അവർ ഈ പറഞ്ഞതുപോലെ സെൽഫ് അക്സെപ്റ്റൻസ്, നമ്മൾ പറയുന്നതൊന്നും അവർ അംഗീകരിക്കാൻ തയ്യാറാവുന്നതിന് കൂടെ തന്നെ എന്താണ് പേഴ്സണൽ ഗ്രോത്ത് ആയിരിക്കണം. അവരുടെ ലൈഫിൽ എന്തൊക്കെയാണ് നമുക്ക് എന്താണ് മാറ്റങ്ങൾ ഉണ്ടാക്കി കൊടുക്കാം, ഈ ഒരു പ്രശ്നങ്ങൾ താൽക്കാലികമായിട്ട് ഏതൊക്കെ രീതിയിൽ നമുക്ക് മാറ്റി കൊടുക്കാം, എന്തൊക്കെയാണ് അയാൾക്ക് ലൈഫിൽ ആവശ്യമുള്ളത് അനുസരിച്ചാണ് ഈ ഒരു പേഴ്സൺ സെന്റർ തെറാപ്പി പോകുന്നത്. ഇനി അതേപോലെ മറ്റു തരത്തിലുള്ള കുറെ തെറാപ്പികളുണ്ട് ഇതിന്റെ കൂടെ തന്നെ. ഏകദേശം ഞാൻ പറഞ്ഞല്ലോ ഒരു 150 അറൌണ്ട് 157ഓളം ഒരു തെറാപ്പികൾ നമ്മുടെ ഈ ഒരു കൗൺസിലിംഗ് മേഖലകളുണ്ട്. അപ്പൊ ഏറ്റവും കൂടുതൽ എന്താണ് നമ്മുടെ കേരളത്തിലാണെങ്കിലും ഇന്ത്യയിലാണെങ്കിലും ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുക കുറഞ്ഞ തെറാപ്പികൾ മാത്രമേ ഞാൻ ഇവിടെ പറഞ്ഞിട്ടുള്ളൂ. അപ്പം അടുത്തതൊന്നാണ് ഈ ജസ്റ്റാൾട്ട് തെറാപ്പി എന്ന് പറയുന്നത്. ജസ്റ്റാൾട്ട് തെറാപ്പി എന്ന് പറയുമ്പോൾ എന്താണ്, ഇപ്പൊ നിലവിൽ നമ്മുടെ ഈ അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും അയാളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ട് അയാളുടെ പ്രയാസങ്ങൾ നമ്മൾ മനസ്സിലാക്കുന്ന ഒരു തെറാപ്പിയാണ്. അതനുസരിച്ച് അയാൾക്ക് മാറ്റങ്ങൾ ഉണ്ടായി കൊടുക്കുക. പിന്നെ അതേപോലെ ഒരു SFBT എന്ന് പറയുന്ന ഒരു തെറാപ്പി ഉണ്ട്, സൊല്യൂഷൻ ഫോക്കസ് ബ്രീഫ് തെറാപ്പി. അത് പറയുമ്പോൾ ഗോൾ ഓറിയന്റഡ് ആണ്. ലക്ഷ്യം, മുന്നോട്ടുള്ള ജീവിത ലക്ഷ്യങ്ങളെ മാത്രം ഫോക്കസ് ചെയ്തിട്ട് നമ്മൾ അവരുടെ ലൈഫിലേക്ക് മാറ്റും. കാരണം അവർക്ക് ഒരു കുട്ടിയാണെങ്കിൽ പഠിക്കാൻ എങ്ങനത്തെ താല്പര്യമുള്ള കുട്ടിയാണെങ്കിൽ ആ കുട്ടിക്ക് ഏതൊക്കെ രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോവാം, ഏതൊക്കെ രീതിയിലാണ് ആ കുട്ടിയെ പഠിപ്പിക്കേണ്ടത്. പിന്നെ അതേപോലെ ഒരു ലവ് അഫെയർ ആയിട്ടുള്ള പിന്നെ ബ്രേക്കപ്പ് ആയിട്ടുള്ള ഒരാള് പെൺകുട്ടി തകർന്നു വന്ന് നമ്മളെ മുമ്പിൽ ഇരിക്കുകയാണ്, ആ കുട്ടിയുടെ ജീവിത ലക്ഷ്യങ്ങൾ തിരിച്ചറിയാൻ. ഒരു കേസ്, ഞാൻ പല കേസുകളും പറയാറുണ്ട്. ഒരു കാസർഗോഡുള്ള ഒരു ഒരു കുട്ടി, അവര് ഭയങ്കരമായിട്ടുള്ള ഒരു കുട്ടി +2 ആ ഒരു ഡിഗ്രി ഒക്കെ സമയത്തായ സമയത്ത് ഇവര് തമ്മിൽ ഒരു ചെക്കനുമായിട്ട് പ്രണയമായി, ഭയങ്കരമായിട്ടുള്ള ഒരു പ്രണയം. അങ്ങനെ ഈ വീട്ടുകാരറിഞ്ഞു, അങ്ങനെ പെൺകുട്ടിയെ വീട്ടിൽ അടച്ചിട്ടു. അപ്പോ ചെക്കൻ എന്ത് ചെയ്തു, ഇത് അറിയാണ്ടൊരു കുട്ടിക്ക് ഒരു മൊബൈൽ വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ മൊബൈലിൽ നിന്ന് വാങ്ങിക്കൊടുത്ത ഇടയ്ക്ക് ഇവര് തമ്മിൽ കമ്മ്യൂണിക്കേഷൻ മൊബൈലിലൂടെ ആയി. അങ്ങനെ പതിയെ എന്താണ് ഈ പെൺകുട്ടി നിരന്തരമായിട്ട് ചെക്കനെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളെ തന്നെ ഒരാൾ നിരന്തരമായിട്ട് വിളിച്ചുകൊണ്ട് നമുക്കൊരു ഇറിറ്റേഷൻ ഉണ്ടാവും. അതേപോലെ അവിടെയും സംഭവിച്ചു. ചെക്കൻ പറഞ്ഞു, എന്നെ ഈ ഒരു ടോക്സിക് ആണ്, നിന്നെ എനിക്ക് വേണ്ട, നമുക്ക് തൽക്കാലം എന്താണ് ഈ പറഞ്ഞതുപോലെ നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ടൊക്കെ വേണമെങ്കിൽ, ഇപ്പൊ പഠിക്കേണ്ട സമയമാണല്ലോ, നമുക്ക് ജസ്റ്റ് ഒന്ന് ഈ ഒരു റിലേഷൻഷിപ്പ് തൽക്കാലം ഒഴിഞ്ഞു പോവാം എന്ന രീതിയിൽ ചെക്കൻ പറഞ്ഞപ്പോ പെൺകുട്ടി ഇവൻ പറഞ്ഞ പോവുകയും ചെയ്തു. പെൺകുട്ടി പിറ്റേന്ന് തന്നെ സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തു. പിന്നെ ഭാഗ്യത്തിന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാരെ കണ്ടു. ഒരു 3 മാസം ഈ പെൺകുട്ടി സൈക്കാട്രിക് ലെവലിൽ ചികിത്സയില്ല. അതിനുശേഷം ഏതൊരു സൈക്കാട്രിക് ലെവലാണെങ്കിലും അവര് റെഫർ ചെയ്യും ഒരു സൈക്കോ തെറാപ്പിക്ക് കൊടുക്കാൻ വേണ്ടി. അങ്ങനെയാണ് ആ കേസ് എൻ്റെ അടുത്ത് വന്നിട്ടുള്ളത്. അപ്പൊ ആ കേസിൽ വന്നപ്പോൾ നമ്മൾ കുട്ടീന്റെ മുമ്പ് കഴിഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളും പ്രണയത്തെക്കുറിച്ചും ഒന്നും നമ്മൾ ചോദിക്കുന്നില്ല. കുട്ടി അനുഭവിച്ചിട്ടുള്ള ബുദ്ധിമുട്ടൊന്നും ഒറ്റ ചോദ്യം ചോദിക്കാം, എന്താണ് കുട്ടിയുടെ ഫ്യൂച്ചർ പ്ലാൻ? ഇതാണ് ഗോൾ ഓറിയന്റഡ് ബേസ്ഡ് എന്ന് പറയും. ഒരു നിലവില് ഒരു പ്രയാസവുമായിട്ട് വരുന്ന കുട്ടി, ആ ഒരു ക്ലയന്റിന്റെ മുന്നിൽ നമ്മൾ ഡയറക്റ്റ് അയച്ച് എന്താണ് മുന്നോട്ട് പോകാനുള്ള ലക്ഷ്യം, എന്തൊക്കെ ആഗ്രഹങ്ങളാണ്. ആ കുട്ടി ഒറ്റ ഇറങ്ങി പറഞ്ഞു, എനിക്ക് ഈ എൻട്രൻസ് എഴുതണം, മെഡിക്കൽ എനിക്ക് ഡോക്ടർ ആവാൻ ആഗ്രഹം. നമുക്ക് അവിടെ ക്ലൂ കിട്ടിയോ, നമുക്ക് അതിനെപ്പറ്റി പിന്നെ സംസാരിച്ചാൽ മതി. ക്ലയന്റ് തന്നെ നമുക്ക് തരികയാണ് സൊല്യൂഷൻ, ഈ ഒരു സൊല്യൂഷൻ ആണ് എനിക്ക് വേണ്ടത് എന്നുള്ളത്. പിന്നെ അതിനനുസരിച്ചായിരിക്കണം നമ്മുടെ തെറാപ്പികൾ മുന്നോട്ട് പോകേണ്ടത്. അതിനെപ്പറ്റി കുട്ടിക്ക് എങ്ങനെയൊക്കെ പഠിക്കാനുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക, ഫാമിലിന്റെ സപ്പോർട്ട് ഉണ്ടാക്കി കൊടുക്കുക, പെൺകുട്ടി അറിഞ്ഞോ അറിയാതെ ചെയ്ത തെറ്റുകൾ എല്ലാവരും അംഗീകരിക്കാനുള്ള ഒരു സ്പേസ് അവർക്ക് ഉണ്ടാക്കി കൊടുക്കുക. ഈ രീതിയിലാണ് SFBT ഉപയോഗിക്കേണ്ടത്. പിന്നെ മൈൻഡ്ഫുൾനെസ് ബേസ്ഡ് തെറാപ്പിയാണ്. നിലവിൽ ഏതൊരു സിറ്റുവേഷനിലാണ് അവർ ജീവിക്കുന്നത്, ആ സിറ്റുവേഷനിൽ അവരെ ജീവിപ്പിക്കാൻ പഠിപ്പിക്കുന്നതാണ് മൈൻഡ്ഫുൾനെസ് എന്നത്. അതിന്റെ കൂടെ തന്നെ റിലാക്സേഷൻ മെത്തേഡുകളാണ്, ബ്രീത്തിങ് എക്സസൈസുകൾ നമ്മൾ കൊടുക്കും. കാരണം ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എനിക്കത് സ്വയമായിട്ട് മനസ്സിലാക്കാനും ഹാൻഡിൽ ചെയ്യാനും ഒക്കെ എനിക്ക് കഴിയും എന്നുള്ള ഒരു ചിന്ത. അപ്പോ ഇപ്പൊ നിലവിൽ നിങ്ങൾക്ക് ഒരു പ്രശ്നം വന്നു വിചാരിക്കുക, ആ പ്രശ്നം പറ്റി കൂടുതൽ അങ്ങോട്ട് ചിന്തിക്കാതെ, ഈ ഒരു പ്രശ്നം ഇപ്പൊ എല്ലാവർക്കും വരുന്നത് തന്നെയാണ്, ഈ ഒരു പ്രശ്നം ഞാൻ കൂടുതലായിട്ടൊന്ന് ആലോചിക്കാതെ ഒന്ന് മുന്നോട്ടൊന്ന് ശ്രമിച്ച് മനസ്സിലാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ഒരു പാർട്ട്ണർ ഒന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ എനിക്ക് തന്നെ ഇവിടെ പിടിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ ആ ഒരു സിറ്റുവേഷൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു, എനിക്കൊരു തിരിച്ചറിവുണ്ടായി, ഞാനൊരു സോറി പറഞ്ഞാൽ അവിടെ പ്രശ്നം തീരും എന്നുള്ള ഏത് സിറ്റുവേഷൻ ആണെങ്കിൽ പോലും അവരെ ആ ഒരു പ്രസന്റ് മൊമെന്റിൽ അവരെ ജീവിപ്പിക്കാൻ പഠിപ്പിക്കുന്ന ഒരു രീതിയാണ് MPT എന്ന് പറയുന്നത്. പിന്നെ അതേപോലെയാണ് നമുക്ക് ഈ സൈക്കോ തെറാപ്പിയിൽ ഒരുപാട് തെറാപ്പികൾ ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്, നമ്മളിപ്പോൾ അടുത്ത് നിലവിൽ കേസുകൾ വരുന്ന കേസുകളാണ് ഡിപ്രഷൻ, ആങ്സൈറ്റി, അല്ലെങ്കിൽ ട്രോമ ആൻഡ് PTSD പോലെ കേസുകൾ,
അല്ലെ റിലേഷൻഷിപ്പ് ഇഷ്യൂസുകൾ, ഗ്രീഫ് ആൻഡ് ലോസ്, അതായത് എന്തെങ്കിലും ജീവിതത്തിൽ ആരെങ്കിലും പെട്ടെന്ന് ഒരാൾ മരിച്ചു പോവുകയോ നഷ്ടപ്പെട്ടൊക്കെ പോയാൽ അതിൽ സങ്കടത്തോടെ കഴിയുന്ന ആളുകൾക്ക്, പിന്നെ സ്ട്രെസ് മാനേജ്മെന്റ് ഉണ്ടായി കൊടുക്കുന്ന, അതായത് അവരെ ലൈഫ് സ്റ്റൈലൊക്കെ വെച്ചിട്ട് ആൾക്ക് വളരെ ടെൻഷനും കാര്യങ്ങളുള്ള ഒരാളാണെങ്കിൽ നമുക്ക് എന്താണ് ഈ പറഞ്ഞിട്ടുള്ള തെറാപ്പികളൊക്കെ ഉപയോഗിച്ചിട്ട് അവർക്ക് ചില മാറ്റങ്ങളൊക്കെ അവരുടെ ലൈഫിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. പിന്നെ അതേപോലെയാണ് മേജർ ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഡിസോർഡർ. പലതരത്തിലുള്ള പേഴ്സണാലിറ്റി ഡിസോർഡറുകൾ ഉണ്ട്. അതിലൊക്കെ എന്താണ് നമുക്ക് ഈ ഒരു തെറാപ്പി ഈ നല്ല രീതിയിൽ ഉപയോഗിക്കാം. ഈ പറഞ്ഞിട്ടുള്ള ഒരുപാട് ടൂൾസുകൾ ഉണ്ട് ഓരോ തെറാപ്പിക്കും. കാരണം നമുക്കൊരു തെറാപ്പി കൊടുക്കുന്ന സമയത്ത് എന്താണ് എല്ലാ ടൂൾസുകളും ക്ലയന്റിന് കൊടുക്കുക എന്നുള്ളതല്ല, അവരെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ട് ആവശ്യത്തിനനുസരിച്ച് ഓരോ വർക്ക് ഷീറ്റുകൾ കൊടുക്കണം. കാരണം ചില ഈ ഒരു കൗൺസിലിംഗ് സെന്ററിലൊക്കെ എന്താണ് ഒരു എഡ്യൂക്കേറ്റഡ് പോലെയാണ്. ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ കുറേ വർക്ക് ഷീറ്റ് ഒരു പ്രിന്റഡ് ആയിട്ട് ഇങ്ങനെ എടുത്തു വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് ഓരോന്ന് കൊടുത്തിട്ട് അത് ചെയ്തോളൂ, ഇത് ചെയ്തോളൂ, ഈ ആക്ടിവിറ്റി ചെയ്തോളൂ പറഞ്ഞിട്ട് ആ ക്ലയന്റിനെ ഇങ്ങനെ വെറുപ്പിക്കുന്ന രീതി അതായിരിക്കും. ആവശ്യത്തിന് വരുന്ന അവരെ പൂർണ്ണമായ പ്രശ്നം മനസ്സിലാക്കി അവർക്ക് തോന്നണം ഈ ഒരു വർക്ക് ഷീറ്റ് അവർക്ക് വേണം തോന്നി കഴിഞ്ഞാൽ മാത്രം കൊടുക്കുന്ന രീതിയായിരിക്കണം സൈക്കോതെറാപ്പി ടൂൾസുകൾ ഉപയോഗിക്കേണ്ടത്. പിന്നെ ഇതിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കൗൺസിലിംഗ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റിന്റെ ഒരുപാട് റോൾസുകൾ ഉണ്ട്. റോൾ എന്ന് പറയുന്നത് പങ്ക് എന്താണ്? ആദ്യമായിട്ട് ഒരു ക്ലയന്റ് വന്നു കഴിഞ്ഞാൽ അസസ്മെന്റ് തന്നെയാണ് നമുക്ക് ഉപയോഗിക്കേണ്ടത്. കാരണം അസസ്മെന്റ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻടേക്ക് എന്ന് പറയുന്നതാണ്. കാരണം ക്ലയന്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് എടുക്കുക. അതില് ആ ഒരു ക്ലയന്റിന്റെ മാനസിക നില എന്തായിരിക്കണം, പ്രശ്നങ്ങളുടെ ഇപ്പൊ നിലവിലെ അവസ്ഥ എന്താണ്, ഈ പ്രശ്നങ്ങൾ എന്താണ് തുടങ്ങിയിട്ടുള്ളത്, ഇയാൾ എവിടെ നിന്നാണ് വന്നിട്ടുള്ളത്, എന്തൊക്കെയാണ് ഫാമിലിയിൽ ആരൊക്കെയാണ്, പൂർണ്ണമായിട്ടുള്ള ഒരു ഡീറ്റെയിൽസ് MSc റിപ്പോർട്ട് എന്നൊക്കെ പറയുന്നത് പോലെ. പിന്നെ അതേപോലെ കേസ് ഫോർമുലേഷനിൽ വരുന്ന എന്താണ്, ഈ ഒരു പ്രശ്നത്തിന്റെ പ്രധാന കാരണം എന്താണ്, എവിടെ നിന്നാണ് ഇയാൾക്ക് ഒരു പ്രശ്നം വന്നിട്ടുള്ളത്, ഇപ്പോഴും ആ പ്രശ്നം ജീവിതത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാണ്ടാവുന്ന കാരണക്കാരൊക്കെയാണ്, അല്ലെങ്കിൽ എവിടെ നിന്നൊക്കെയാണ് ഇയാൾക്ക് വരുന്നത്, അതുമായിട്ട് റിലേറ്റഡ് ആണ് കേസ് ഫോർമുലേഷൻ നമ്മൾ ഉണ്ടാക്കുക. പിന്നെ അതനുസരിച്ച് എന്താണ് എസ്റ്റാബ്ലിഷ് തെറാപ്യൂട്ടിക് ഗോൾസ് എന്ന് പറയും. വ്യക്തമായിട്ട് നമ്മൾ തുടക്കത്തെ പറഞ്ഞതുപോലെ നല്ലൊരു തെറാപ്യൂട്ടിക് അലയൻസ് നമുക്ക് ഈ ഒരു കേസുകൾ നമുക്ക് ഉണ്ടാക്കാൻ കഴിയണം. പിന്നെ അപ്രോപ്രിയേറ്റ് മെത്തേഡ് എന്ന് പറയുമ്പോൾ അവർക്ക് എന്താണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൂൾസുകൾ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവുന്ന രീതിയിലായിരിക്കണം കൊടുക്കേണ്ടത്. അല്ലാതെ തുടക്കത്തിൽ തന്നെ വന്ന CBT ആണ് DBT ആണ് നിങ്ങൾ ഇത് ചെയ്താൽ മതി പറയരുത്. കാരണം അവർക്ക് മനസ്സിലാവുന്ന രീതി ചിലപ്പോ സാധാരണ ഒരു ഗ്രാമപ്രദേശങ്ങളിലോ അല്ലെങ്കിൽ ടൗണിലൊക്കെ വരുന്ന ആളുകൾക്കാണ് ആ ഒരു രീതിയിലനുസരിച്ചായിരിക്കും നമ്മുടെ പെരുമാറ്റങ്ങൾ ഉണ്ടാവേണ്ടത്. പിന്നെ മോണിറ്ററിങ് പ്രോഗ്രസ്. കാരണം അവർക്ക് ഉണ്ടാവുന്ന നമ്മൾ എന്ത് ആക്ടിവിറ്റീസ് ആണ് കൊടുത്താലും എന്ത് തെറാപ്പി കൊടുത്താലും അവർക്ക് ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ നിരന്തരമായിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് വിളിച്ച് ചോദിക്കുകയോ മെസ്സേജ് അയച്ചോ ഒക്കെ നമ്മൾ ചോദിക്കുക, അല്ലെങ്കിൽ വീട്ടുകാരുമായിട്ട് കോൺടാക്ട് ചെയ്തൊക്കെ നോക്കണം. പ്രോഗ്രസ് നമ്മൾ ആ മോണിറ്റർ ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ എത്തിക്കൽ പ്രാക്ടീസ് ആൻഡ് ബൗണ്ടറീസ് എന്ന് പറയുമ്പോൾ നമ്മൾ കൗൺസിലിംഗ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് എത്തിക്സ് അങ്ങ് ഫോളോ ചെയ്യണമെന്നില്ല. പക്ഷെ എന്താണ് ചില സമയത്ത് എന്താണ് നമുക്ക് ചില കാര്യങ്ങളൊക്കെ നല്ലതാണ്. കാരണം ഒരു ക്ലയന്റും നമ്മളും സംസാരിക്കുന്ന സമയത്ത് ക്ലയന്റ് ഒരുപാട് സങ്കടത്തോടെ നമ്മളോട് പറഞ്ഞു. അപ്പൊ അതിൽ നമുക്ക് ഉള്ളുന്ന ഒരു ഇമോഷണൽ ആയിട്ട് വരാണ്ട് ചില കേസുകൾ നമ്മൾ അതിൽ പെട്ടുപോകും. കാരണം എന്താണ് ഈ ഒരു ക്ലയന്റ് അത്രയും സങ്കട സമയത്ത് നമുക്ക് ഉള്ളുന്ന ഒരു പൊട്ടൽ വരും. അപ്പൊ ആ പൊട്ടൽ വരുന്ന സമയത്ത് ആ ക്ലയന്റിനെ പൂർണ്ണമായിട്ടും നമ്മൾ ആ ക്ലയന്റിന്റെ കൂടെ തന്നെ നമ്മളും ഒരേ മെന്റാലിറ്റി ആയിട്ട് പോകും. അവിടെ എന്താണ് ഒരു ട്രീറ്റ്മെന്റ് നടക്കൂല. നല്ലൊരു റിലേഷൻഷിപ്പ് ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു സുഹൃത്തായിട്ടോ ചിലപ്പോൾ മറ്റു തരത്തിൽ ഏതെങ്കിലും റിലേഷൻഷിപ്പിൽ ഏറ്റവും അടുത്തൊരു ബന്ധമായി, പക്ഷെ അവിടെ ഒരു ട്രീറ്റ്മെന്റ് പ്ലാൻ ഉണ്ടാവാൻ ബുദ്ധിമുട്ടാണ്. അവിടെ നമ്മളൊരു ബൗണ്ടറീസ് ഉണ്ടാക്കും. നമ്മുടെ ഒരു തെറാപ്പിസ്റ്റ് ആണ് എന്നുള്ളത് ചിന്ത എപ്പോഴും നമ്മുടെ കൂടെ വേണം. അവർ കേൾക്കുന്നതൊക്കെ കേൾക്കാൻ നമുക്ക് ആ സങ്കടമൊക്കെ ഉള്ളിന്ന് വരണം. പക്ഷെ അതിന്റെ കൂടെ തന്നെ എന്താണ് ഓവറായിട്ട് എന്താണ് അവരുമായിട്ട് അടുക്കുകയോ എന്താണ് നമുക്കൊരു ട്രീറ്റ്മെന്റിന് ബുദ്ധിമുട്ടാക്കുന്ന രീതിയിലൊന്നും അവിടെ നമ്മുടെ ഭാഗത്ത് ഉണ്ടാവാൻ പാടില്ല. ഇതൊരു സൈക്കോളജിസ്റ്റോ കൗൺസിലോ ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. പിന്നെ അതേപോലെ ഈ ചില ചലഞ്ചസ് ഉണ്ട് സൈക്കോതെറാപ്പിയിൽ കൗൺസിലേഴ്സ് അനുഭവിക്കുന്ന. അതിൽ ഏറ്റവും കൂടുതൽ റെസിസ്റ്റന്റ് ആൻഡ് ട്രാൻസ്ഫറൻസ് തന്നെയാണ്. അപ്പോ ചില സമയത്ത് ഈ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ക്ലയന്റിന്റെ ഒരു റെസിസ്റ്റന്റ് എന്ന് പറയുന്ന പ്രതിരോധമാണ്. പല കേസുകളും ക്ലയന്റ് ചിലപ്പോ നമ്മൾ പറഞ്ഞതുപോലെ കേൾക്കാൻ തയ്യാറല്ല, അല്ലെങ്കിൽ അവർ കോഓപ്പറേറ്റീവ് അല്ല. അപ്പോ അതേപോലെ ചില പ്രശ്നങ്ങൾ എന്താണ് നമ്മളിങ്ങനെ കാര്യം ചോദിക്കാൻ ചില കാര്യങ്ങൾ പറയാൻ ബുദ്ധിമുട്ടാണ്. ഇപ്പൊ ചില സമയത്ത് നമ്മോട് തന്നെ ചൂടാവുന്നതാണ്, ഞാൻ യഥാർത്ഥത്തിൽ എന്റെ പ്രശ്നം പറഞ്ഞല്ലോ, പിന്നെ എന്തിനാണ് നിങ്ങൾ എന്റെ കുട്ടിക്കാലം ചോദിക്കുന്നത്, അല്ലാതെ എന്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾ എന്തിനാണ് ചോദിക്കുന്നത്. പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകളും അവരെ ഭാഗത്തു നിന്നുണ്ടാവും. കാരണം അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്.
ഇതൊരു ചലഞ്ചസ് ആണ് നമ്മൾ ഏൽക്കാൻ. അതേപോലെ ട്രാൻസ്പെറൻസി എന്ന് പറയുമ്പോൾ ക്ലയന്റുമായിട്ട് എന്താണ് നമ്മൾ നടക്കുന്ന ആ ഒരു സമയം താൽക്കാലികമായിട്ട് എന്തെങ്കിലും അവരുടെ ജീവിതത്തിൽ എപ്പോഴും എന്താണ് മാറ്റങ്ങൾ ഉണ്ടാക്കുന്ന രീതിയിലായിരിക്കണം. കാരണം എന്താണ്, അവരെ നിരന്തരമായിട്ട് ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടിക്കാതെ ആവശ്യമുള്ളത് മാത്രം അവരോട് ചോദിച്ചിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകും. കാരണം എന്താണ്, പെട്ടെന്ന് നമ്മളെ ചോദ്യം കൊണ്ട് അവർ എഴുന്നേറ്റ് പോകാൻ പാടില്ല. കാരണം ചില കൗൺസിലിംഗ് സെഷനിലൊക്കെ ആളുകൾ കാണാം, ഓരോ ചോദിച്ചപ്പോൾ 100 ചോദ്യങ്ങളെ ക്ലയന്റ് വന്നോ 2 മിനിറ്റേ നമ്മളോട് സംസാരിച്ചിട്ടുണ്ടാവും. തെറാപ്പിസ്റ്റ് ആയിരിക്കും കൂടുതൽ സംസാരിച്ചിട്ടുണ്ടാവുക. അത് അവിടെ പാടില്ല. മാക്സിമം എന്താണ് ക്ലയന്റിനെ കൊണ്ട് തന്നെ സംസാരിക്കുന്ന രീതി. പിന്നെ എത്തിക്കൽ ഡിലേമാസ് എന്ന് പറയുമ്പോൾ പിന്നെ അവിടെ ഈ ഒരു ക്ലയന്റും ഒരു തെറാപ്പിസ്റ്റും എന്ന് പറയുന്നത് സൂക്ഷിക്കേണ്ടത്, ഒരു തെറാപ്പിസ്റ്റ് ഒരു കടമ എന്ന് പറയാറില്ലേ നമ്മൾ സാധാരണ. ചില ആളുകൾക്ക് ഉണ്ടാവും, തെറാപ്പിസ്റ്റിന് ഒരുപാട് കേസുകളൊക്കെ വന്നിട്ടുണ്ടാവും. ആ സമയത്തായിരിക്കും ചില ക്ലയന്റുകൾ അവിടെ വരിക. അപ്പൊ നമുക്ക് തന്നെ തോന്നിത്തും ഈ ഒരു ക്ലയന്റ് ഇന്ന് ഇവിടെ വരണ്ടില്ലായിരുന്നു, അല്ലെങ്കിൽ ഈ ഒരു സെഷൻ പിന്നേക്ക് മാറ്റി, ഒരു ചിന്താഗതി നമ്മുടെ മനസ്സിലുണ്ടാവും. ആ ഒരു ചിന്താഗതി നമുക്ക് മുമ്പേ ഉണ്ടെങ്കിൽ എന്താണ് ആ ഒരു മുമ്പ് തന്നെ എന്താണ് ക്ലയന്റിനെ അറിയിക്കുക, ഇന്ന് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്, നിങ്ങൾ വരണമില്ല, അടുത്ത ആഴ്ച അല്ല 2 ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ എന്താണ് ഇതൊരു ഫാമിലി കേസുകളാണ്, അവരെ മുൻകൂട്ടി നമ്മൾ അറിയിച്ചു കഴിഞ്ഞാൽ ഏകദേശം എന്താണ് സെക്കൻഡ് സെഷൻ മാറ്റിയിട്ടുണ്ട് എന്ന്. പക്ഷെ നമ്മൾ താൽക്കാലികമായിട്ട് പറയുമ്പോൾ എന്താണ് അവർക്ക് ഒരുപാട് തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അവിടെ വരാനുണ്ട്. അതും ഒരു ചലഞ്ചസ് തന്നെയാണ്. പിന്നെ കൾച്ചറൽ കൺസിഡറേഷൻ എന്താണ്, ഇവര് തന്നെ ക്ലയന്റ് വരുന്ന സമയത്ത് പല മേഖലയിലും പല ലൊക്കാലിറ്റിയിൽ നിന്ന് വരുന്ന ആളുകളായി, പ്രത്യേകിച്ച് ഒരു റിലേഷൻഷിപ്പ് കേസുകളൊക്കെ ആണെങ്കിൽ ഒരു പെൺകുട്ടിയും ആൺകുട്ടിയും എന്ന് പറയുന്ന ജീവിതത്തിലേക്ക് വരുന്നത് 2 ലൊക്കാലിറ്റിയിൽ നിന്നാണ്. സാധാരണ ഒരു പെൺകുട്ടി കല്യാണം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയത്ത് ആ പെൺകുട്ടിക്ക് രാവിലെ 5 മണിക്ക് എഴുന്നേൽക്കാനോ അല്ലെങ്കിൽ രാവിലെ അലാറം വെച്ച് രാവിലെ ശീലമൊന്നും ഉണ്ടാവില്ല. പ്രത്യേകിച്ച് പഠിക്കാൻ കോളേജൊക്കെ പോയി നേരെ കല്യാണം കഴിഞ്ഞു. അപ്പൊ അതെന്താണ്, ഈ 2 പേരും ആൺകുട്ടിയാണെങ്കിലും എന്താണ് ഈ പെൺകുട്ടി യഥാർത്ഥത്തിൽ എന്താണ് ഇവിടെ അനുഭവിക്കുന്നത്, അതേപോലെ പെൺകുട്ടിനെ കൊണ്ട് ആൺകുട്ടിക്ക് എന്താണ് ബുദ്ധിമുട്ട്, 2 കൾച്ചറൽ ബേസ് ആയിരിക്കണം നമ്മൾ നോക്കേണ്ടത്. ഒരേപോലെ എന്താണ് 2 പേരെയും നമ്മൾ കാണാൻ പാടില്ല, 2 പേരെയും കേൾക്കാൻ ശ്രമിക്കുക, അവരുടെ സിറ്റുവേഷൻസ് മനസ്സിലാക്കുക. ഒരാളെ മാത്രം ഫോക്കസ് ചെയ്യരുത്, ഒരാൾക്ക് മാത്രം ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് കൊടുക്കരുത്. 2 പേർക്കും കൊടുക്കുകയാണ്, 2 പേർക്കും കൊടുക്കുക, പ്രത്യേകിച്ച് ഫാമിലി കേസുകൾ, കപ്പിൾസിൽ. പിന്നെ അതേപോലെ മെയിൻറ്റനിങ് ബൗണ്ടറീസ് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഫ്രണ്ട് സോൺ ഉണ്ടാവാൻ പാടില്ല എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അതിനെ പറ്റിയിട്ട്. കൂടുതലായിട്ട് എന്താണ് അവരുമായിട്ട് റിലേഷൻ, എപ്പോഴും സെഷന് കഴിഞ്ഞിട്ട് എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുക, മെസ്സേജുകൾ അയക്കുക, അതൊക്കെ എന്താണ് വളരെയധികം എന്താണ് ഒരു ട്രീറ്റ്മെന്റിനെ ബാധിക്കും. നമ്മൾ ആ കേസിൽ മാത്രമല്ല, പിന്നെ നമുക്ക് മറ്റു തരത്തിൽ ഏതെങ്കിലും കേസുകളൊക്കെ വരുന്ന സമയത്ത് ഇയാളെ നിലവിൽ നമുക്ക് എന്താണ് ഒരു ഫ്രണ്ട്ഷിപ്പ് എന്നുള്ള ഇതുള്ളത് കൊണ്ട് തന്നെ എന്താണ് മറ്റുള്ള കേസിൽ നമുക്ക് കറക്റ്റ് ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ സാധ്യതയില്ല, കിട്ടൂല, നമുക്ക് ട്രീറ്റ്മെന്റ് പ്ലാനുകൾ കിട്ടൂല. അപ്പൊ എന്താണ് വ്യക്തമായിട്ടുള്ള എല്ലാ കേസുകളും ആളുകളും ഇടുമ്പോൾ ഒരു ബൗണ്ടറീസ്, നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് കൗൺസിലർ ആണ് അല്ലെങ്കിൽ ഒരു തെറാപ്പിസ്റ്റ് ആണ് എന്നുള്ള ചിന്ത നമുക്ക് എപ്പോഴും നമ്മുടെ കൂടെ തന്നെ വേണം. ഫൈനലി നോക്കുമ്പോൾ ഏകദേശം എന്താണ് നമ്മുടെ ഈ ഒരു സൈക്കോതെറാപ്പി എന്ന് പറയുന്നത് കൗൺസിലിംഗിലെ ഒരു സെൻട്രൽ ആയിട്ട് തന്നെ ഏറ്റവും നല്ല രീതിയിൽ തന്നെ നമുക്ക് എന്താണ് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഏറ്റവും ഉപയോഗിക്കുന്ന ക്ലയന്റിന് കൊടുക്കുമ്പോൾ എന്താണ് പ്രത്യേകിച്ച് അവരുടെ സേഫ് ആയിട്ടുള്ള സ്പേസ് നമ്മളെ കൊണ്ട് ഉണ്ടാക്കി കൊടുക്കണം, അവരുടെ ജീവിതത്തിലെ മാറ്റങ്ങൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ കഴിയണം, അവർക്ക് സ്കിൽ ബേസ്ഡ് ആയിട്ട് കാര്യങ്ങൾ എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് ജീവിതത്തിൽ. പിന്നെ അതേപോലെ എമ്പതി ഇല്ലാത്ത ക്ലയന്റുകളാണെങ്കിൽ അവർക്ക് സഹാനുഭൂതി നമ്മളായിട്ട് ഉണ്ടായിക്കണം, സംസാരിക്കുമ്പോൾ തന്നെ കമ്മ്യൂണിക്കേഷൻ സ്കില്ലുകൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം, കൊടുക്കുന്ന കാര്യങ്ങൾ എവിഡൻസ് ബേസ് ആയിട്ടുള്ള ടെക്നിക്കുകളായിരിക്കാം. ഇതാണ് ജസ്റ്റ് ഒരു ഷോർട്ടായിട്ട് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ ഒരു സൈക്കോതെറാപ്പി എന്ന് ഒരു ടോപ്പിക്കായിട്ട് വന്നിട്ടുള്ളത്. ഇതുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ചോദിക്കാനൊക്കെ ചോദിക്കാം. ഇനിയിപ്പോ മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ അതും ഞാൻ റിപ്പീറ്റ് ചെയ്യാം. ഓക്കെ ആണോ എല്ലാരും? എല്ലാവരും ഓക്കെയാണ് സർ. നമുക്ക് ചോദിക്കാം, ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അവരുടെ മൈക്ക് അൺമ്യൂട്ട് ചെയ്തിട്ട് ചോദിക്കാം. ബാക്കിയുള്ളവരുടെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്തേക്കണം. ഇവിടെ പല മൈക്കുകളും ഇപ്പോൾ ഓണായിട്ട് ക്യാമറ ഓണായിട്ടൊക്കെ കാണുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ചോദിക്കുന്ന ഒരാൾ ചോദിച്ചിട്ട് ബാക്കി മറ്റൊരാളിലേക്ക് പോകുന്ന രീതിയിൽ തുടരുക. യെസ്, പറയൂ.
വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. അദ്ദേഹത്തിന്റെ വോയിസ് കേൾക്കുന്നില്ല. അപ്പൊ വേറെ ആൾക്കെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കാം. അദ്ദേഹം എന്തോ ഓഡിബിൾ അല്ല എന്ന് തോന്നുന്നു. കൗൺസിലിംഗ് പരമായിട്ട് നിങ്ങൾക്ക് ഒന്ന് ചോദിക്കാം, എന്തെങ്കിലും കേസുകൾ ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യാം, അതൊന്നും പ്രശ്നങ്ങളില്ല. നമുക്ക് കുറച്ച് സമയം കൂടി ഇരിക്കാം. സർ, നമുക്കൊരു കേസ് വന്നാല് കോമൺ ആയിട്ട് ആ നമുക്ക് ഉണ്ടാക്കാൻ പറ്റിയ വർക്ക്ഷീറ്റ് ഏതാണ്? ഒരു ടെക്നിക്സ് കൊടുക്കുമ്പോൾ പൊതുവായിട്ട് നമുക്ക് എങ്ങനെയാണ് ഒരു വർക്ക്ഷീറ്റ് പ്രിപ്പയർ ചെയ്യാൻ പറ്റുക? ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾ ഒരു കോമൺ ആയിട്ട് ഒരു കേസ് വന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ കയ്യിൽ ഗാഡ് എന്ന് പറഞ്ഞിട്ട് ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു 9 ചോദ്യങ്ങൾ, ഒരു ക്വസ്റ്റ്യനർ നിങ്ങളുടെ കയ്യിൽ വേണം. അതായത് ഏതൊരു ക്ലയന്റ് വന്നാൽ നമ്മൾ കൊടുക്കേണ്ട. പിന്നെ അതേപോലെ PHQ, പേഷ്യന്റ് ഹെൽത്ത് ക്വസ്റ്റ്യനർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. അതേപോലെ ഇത് രണ്ടും നമ്മൾ ഏതൊരു കേസ് എടുക്കുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങളെ കയ്യിൽ വേണം. അത് അസസ്മെന്റ് നോക്കിയിട്ടാണ് ഈ ഒരു വന്ന ക്ലയന്റിന് എത്രത്തോളം ആങ്സൈറ്റി ഉണ്ട്, എത്രത്തോളം ആ ഒരു ഡിപ്രഷൻ സ്കെയിൽ ഉണ്ട്, ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എല്ലാ സെഷനും ഇന്ന തെറാപ്പിക്കല്ല, ജനറൽ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 2 ടൂൾസുകളാണ്. അപ്പൊ ഈ ഒരു ടൂൾസുകൾ ഉപയോഗിക്കേണ്ട സമയത്ത് തന്നെ നമുക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും ഇയാൾക്ക് എത്രത്തോളം ഒരു ആങ്സൈറ്റി ഉണ്ട്, അല്ലെങ്കിൽ എന്താണ് ഇപ്പോ ഡിപ്രഷൻ ഉണ്ടെങ്കിൽ ആ ഒരു ഏത് സ്റ്റേജിലാണ്, അല്ലെങ്കിൽ അയാൾക്ക് ഉറക്കത്തിന്റെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ട്, അത് അല്ലെങ്കിൽ എനർജി ലെവൽ എത്ര കുറവുണ്ട്, അതൊക്കെ നമുക്ക് ഈ ഒരു സ്കെയിലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം. പിന്നെ നമുക്ക് എന്താണ്, പിന്നെ അസസ്മെന്റ് ആണ് എടുക്കുന്നത്. അസസ്മെന്റ് എന്ന് പറഞ്ഞാൽ അയാളെ പൂർണ്ണമായിട്ട് നമ്മൾ ഒരു MSc റിപ്പോർട്ടാണ് എടുക്കുക. MSc റിപ്പോർട്ട് എന്ന് പറയുന്നത് മെന്റൽ സ്റ്റാറ്റസ് എക്സാമിനേഷൻ. ആ ക്ലയന്റിന്റെ പൂർണ്ണമായിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കുക എന്നുള്ളത്. അതിൽ ആദ്യം വരുന്നത് ക്ലയന്റിന്റെ ഡീറ്റെയിൽസ്, പേഴ്സണൽ ഡീറ്റെയിൽസ്, അതുപോലെ പ്രസന്റ് ഇൽനെസ്, ഇപ്പോൾ നിലവിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾ എന്തൊക്കെയാണ്, ഇതൊക്കെ വെച്ച് നമ്മൾ നോക്കും. അതെന്താ കമ്പാരിസൺ നോക്കുന്ന സമയത്ത് എന്താണ് DSM-5, ICD-10 ലെവലൊക്കെ വെച്ചിട്ട് നോക്കും. ഇയാൾ പറഞ്ഞിട്ടുള്ള അതേ സിംറ്റംസ് തന്നെയാണോ DSM-5 ഡിപ്രഷനുള്ള അതേ തന്നെ കമ്പയർ നോക്കി അത് തന്നെയാണോ നോക്കുക. പിന്നെ ഏറ്റവും അടിയിൽ ഒരു സാധനം ഉണ്ട്, ഇംപ്രഷൻ എന്ന് പറയുന്നത്. ക്ലയന്റ് പറയുന്നത് കേട്ടിട്ടും, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ക്ലയന്റ് കുറെ കാര്യങ്ങൾ നമ്മൾ കേട്ടു, പക്ഷെ എന്താണ് ക്ലയന്റ് പറഞ്ഞത് തന്നെയാണ് നമുക്ക് മനസ്സിലായിട്ടുള്ളത് എന്നുള്ളതാണ് ഈ ഒരു MSc റിപ്പോർട്ടിൽ ഏറ്റവും അവസാനം ഇംപ്രഷനിൽ അവിടെ എഴുതാൻ. നമുക്ക് എന്താണ് ഈ ഒരു കേസിൽ ഇപ്പൊ നമുക്ക് മനസ്സിലായിട്ടുള്ളത്, ഇയാൾക്ക് ഒറിജിനൽ ഡിപ്രഷൻ തന്നെയാണോ, അല്ലെ വേറെ എന്തെങ്കിലും ആങ്സൈറ്റി ആണോ? ഇപ്പൊ ആങ്സൈറ്റി എന്ന് പറഞ്ഞ ആളുകൾക്ക് ചിലപ്പോൾ ഡിപ്രഷൻ ആയിരിക്കും, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഈ ഒരു പിന്നെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള വേറെ പേഴ്സണാലിറ്റി ഡിസോർഡർ വരാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ ഫാമിലി ഇഷ്യൂസ് വരാനുണ്ട്, ഇതൊക്കെ വരാൻ അവർ പറയുന്നത് പോലെ ആയിരിക്കില്ല യഥാർത്ഥത്തിൽ കേസ് വരിക. അപ്പോൾ ഏറ്റവും ഫൈനൽ നമുക്ക് എന്താണ് തോന്നിയിട്ടുള്ളത് അത് മാത്രം ഇത്, അല്ലാണ്ട് ക്ലയന്റ് പൂർണ്ണമായിട്ട് അത് പറഞ്ഞ് കേട്ട് വിശ്വസിച്ച് ഒരിക്കലും റിപ്പോർട്ട് ചെയ്യാൻ നമ്മൾ എടുക്കാൻ പാടില്ല. MSc റിപ്പോർട്ട് കറക്റ്റ് ആയിട്ട് കിട്ടിക്കഴിഞ്ഞാൽ എന്താണ് ഏകദേശം നമുക്ക് ഒരു ഐഡിയ കിട്ടും. പിന്നെ ഓരോ കേസിനും എന്താണ് ഓരോന്നിനും ഓരോ ടൂൾസുകൾ ഉണ്ട്. എന്താണ് ആങ്സൈറ്റിക്ക് ആണെങ്കിൽ ടീബക്കിന്റെ തന്നെ ആങ്സൈറ്റി ഒരു 100ഓളം 200ഓളം ക്വസ്റ്റ്യനർ ഉള്ള ഒരു ടൂൾസുകൾ ഉണ്ട്. ഇപ്പൊ ഡിപ്രഷൻ ആണെങ്കിൽ ഡിപ്രഷൻ സ്കെയിലുകൾ ഉണ്ട്, ഒക്കെ നമുക്ക് ഉപയോഗിക്കാം. ഓരോന്നിനും ഓരോ ബേസ് വെച്ചിട്ടാണ്. വേറെ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ഉണ്ടോ? സർ, ഈ GAD ജനറൽ ആങ്സൈറ്റി ഡിസോർഡർ ഫോം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മളൊരു പ്രയോറിറ്റൈസ് ചെയ്യണോ ലിസ്റ്റ്? അത് ഏതാദ്യം ചോദിക്കണം, ഏതാദ്യം ഉണ്ടാകണം? ഇല്ലല്ല, അത് നമ്മൾ കയ്യിൽ നമ്മൾ സാധാരണ ഒരു 9 ചോദ്യങ്ങളാണ് അതിലുള്ളത്. ആ ചോദ്യങ്ങൾ അവരെ കൊണ്ട് ചോദിക്കാം, നിങ്ങൾക്ക് ഈ നിലവിൽ ഇത്ര ആങ്സൈറ്റി ഉണ്ടോ, അല്ലെങ്കിൽ ഏതൊക്കെ സമയത്തിലാണ് പേടിയുള്ളത്, എപ്പോ പുറത്തേക്ക് പോകാൻ പാടില്ല, ജനറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. അത് നമുക്ക് എന്താണ് അതിന്റെ മലയാളം വേർഷൻ എടുത്ത് അവരോട് ചോദിക്കുക, എന്നിട്ട് ടിക്ക് ചെയ്യുക. അപ്പൊ അവർക്ക് ഏകദേശം ആങ്സൈറ്റി ലെവർക്ക് നമുക്കൊരു സ്കോർ ഉണ്ടാവും. അതിന്റെ സ്കോർ ഏകദേശം 24 ഹൈ വരുന്നത്. ഏറ്റവും നോർമൽ ആയിട്ട് എന്താണ് 0 to 4 ആണെങ്കിൽ എന്താ നോർമൽ ആണ്, 0 to 5 to 7 ആണെങ്കിൽ മൈൽഡ് ആണ്, മോഡറേറ്റ് ആണ്. അതിന്റെ മുകളിൽ കിട്ടുകയാണെങ്കിൽ എന്താണ് ഹൈ ആയിട്ട് ആങ്സൈറ്റി ഉണ്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് ചോദ്യങ്ങളും അതിൽ തന്നെ ഉണ്ട്, നമുക്ക് ചോദിക്കാം, അവരെ കൊണ്ട് അത് ടിക്ക് ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. പിന്നെ അത് റിലേറ്റഡ് ആയിട്ട് നമുക്ക് ആങ്സൈറ്റി ഉണ്ട് മനസ്സിലായി കഴിഞ്ഞാൽ ചോദ്യങ്ങൾ വേറെ നമുക്ക് ഉണ്ടാക്കി, നമുക്ക് അവരെ നേരത്തെ പറഞ്ഞപ്പോൾ CBT ആണെങ്കിൽ ഒരുപാട് ചോദ്യങ്ങൾ നമുക്ക് ചോദിക്കാം.
നമ്മൾ പിന്നെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് ഉപയോഗിച്ച് ഒരു കൗൺസിൽ സെഷനിൽ എങ്ങനെയൊക്കെ മനോഹരമാക്കാം, അതനുസരിച്ച് നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കിയെടുക്കാം. വേറെ ആർക്കെങ്കിലും ചോദ്യം ഉണ്ടോ? ഓക്കെ, നിങ്ങളുടെ ഒരു ഫീഡ്ബാക്ക് ഇവിടെ പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും 2-3 പേർക്ക് ഇന്നത്തെ നിങ്ങളുടെ ഈ സെഷനെ കുറിച്ചൊരു ഫീഡ്ബാക്ക് ഇവിടെ നിന്ന് ഷെയർ ചെയ്താൽ അത് ക്ലാസ് എടുത്ത സാറിനും ക്ലാസ് ഓർഗനൈസ് ചെയ്തവർക്കും ഒക്കെ ഒരു സന്തോഷവും അഭിമാനവും ഒക്കെ ആവും. അപ്പൊ ആരെങ്കിലും ഈ ക്ലാസ് അതെ, ഗുഡ് ഈവനിങ്, അസ്സാം ഓക്കെ വലൈക്കും, ഷംസാദാണ്. ഓക്കെ സാർ. ഓക്കെ, നിഷാബ് സാർ, വളരെ മനോഹരമായ ക്ലാസ്. കുറഞ്ഞ ടൈമിനുള്ളിൽ ഞാനൊരു സൈക്കോളജി ഡിപ്പാർട്ട്മെന്റ് ബന്ധപ്പെട്ട ആളല്ല. ഞാൻ ആക്ച്വലി ഒരു എയർ ട്രാവൽ റിലേറ്റഡ് ആയിട്ടുള്ള ആളാണ്. പക്ഷെ എങ്കിലും ഇന്നത്തെ ഈ ഒരു ക്ലാസ് മുഴുവൻ ഒരു പേജിനകത്ത് ഒന്ന് ഒതുക്കിയിട്ട് വളരെ നന്നായി തന്നെ പ്രിസൈസ്ഡ് ആയിട്ട് തന്നെ മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ ഞാൻ മനസ്സിലാക്കിയതിൽ നിന്ന് എനിക്കൊരു ചോദ്യം കൂടെ ഉള്ളത്, സാർ പറഞ്ഞ സമയത്ത് നമുക്ക് സൈക്കോ ഡൈനാമിക് തെറാപ്പിയെ കുറിച്ച് പറഞ്ഞപ്പോൾ നമ്മുടെ ചൈൽഡ്ഹുഡിൽ നമുക്ക് സംഭവിക്കുന്ന എക്സ്പീരിയൻസുകൾ നമ്മളെ ഹണ്ട് ചെയ്യാനായിട്ടുള്ള സാധ്യതകളുണ്ടല്ലോ. അപ്പോഴ് അതെ. നമുക്കൊക്കെ ഇപ്പൊ കൊച്ചു കുട്ടികൾ ഉണ്ട് താനും. അപ്പം ഏതൊക്കെ തരത്തിലുള്ള രീതിയിലാണ് നമുക്ക് കൊച്ചു കുട്ടികൾക്ക് പറയാൻ പാടില്ലാത്തത്, കൊച്ചു കുട്ടികളോട് നമ്മൾ ബിഹേവ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? കാരണം ഇന്ന് നമ്മൾ കൊടുക്കുന്ന മോശം ബിഹേവിയർ ആണല്ലോ നാളെ ഒരു വേള അവരെ ബാധിക്കാൻ സാധ്യതയുള്ളത്. അപ്പൊ ഇപ്പൊ തന്നെ നമുക്കതൊന്ന് മനസ്സിലാക്കാൻ പറ്റിയിരുന്നെങ്കിൽ വളരെ നന്നായിരുന്നു. അപ്പൊ അതിന് എന്തെങ്കിലും പ്രിന്റഡ് നോട്ട്സോ അങ്ങനത്തെ എന്തെങ്കിലും സാറിന്റെ കയ്യിൽ ഉണ്ടാവോ ഷെയർ ചെയ്യാനായിട്ട്? ഉണ്ട്, ഷെയറിന് ഞാൻ മാമിന് അയച്ചോളുന്നുണ്ട്. ഇനി അതല്ല, നിങ്ങൾക്ക് നോർമലായിട്ട് ഞാൻ ജസ്റ്റ് ഇത് നിങ്ങൾ ചോദിച്ചത് അത് ഞാൻ വേറെ തരാം. പക്ഷെ നിങ്ങളെ സ്വന്തം ലൈഫിനെ കുറിച്ച് ഒന്ന് ആലോചിച്ചിട്ടുണ്ടോ? നിങ്ങൾ എങ്ങനെയായിരുന്നു കുട്ടിക്കാലത്ത്? നിങ്ങൾ അച്ഛൻ ഉപ്പയും ഉമ്മയും നിങ്ങളോട് എങ്ങനെയാ പെരുമാറിയിട്ടുണ്ടായിരുന്നു? ജസ്റ്റ് ഒന്ന് കമ്പയർ ചെയ്ത് നോക്കിയാൽ, ഒന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക. ആ സമയത്ത് ഞാൻ എങ്ങനെയാണ്, എന്റെ ഉപ്പയും ഉമ്മയും എന്നോട് എങ്ങനെയാണ് സംസാരിച്ചിട്ടുള്ളത്, എങ്ങനെയാ പെരുമാറുക, അത് ഞാൻ എന്റെ കുട്ടികളോട് ഇപ്പൊ കാണിക്കുന്നുണ്ടോ? അല്ലെങ്കിൽ കുറച്ചുകൂടിയും റൂഡായിട്ടാണോ, അല്ലെങ്കിൽ കുറച്ച് കുറഞ്ഞിട്ടാണോ എന്റെ കുട്ടിക്ക് കൊടുക്കുന്നത്? അതേപോലെ ഞാൻ എന്റെ പാരന്റ് എന്റെ ജീവിതത്തിൽ എവിടെയെങ്കിലും ബാധിച്ചിട്ടുണ്ടോ? ഇമോഷണലായിട്ടും ബിഹേവിയറലായിട്ടും ഫിസിക്കലി ആയിട്ടും ഏതെങ്കിലും തരത്തിൽ എന്നെ ബാധിച്ചിട്ടുണ്ടോ? എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? എക്സാക്ട്ലി, ഞാൻ എപ്പോഴും ചിന്തിക്കുന്ന വിഷയമാണ്. ഫാദറിന്റെ ലൈഫ് വിഷയം എന്നെ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്, ക്യാരക്ടറിൽ ഒരുപാട് സ്വാധീനിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഞാൻ അതുപോലെ തന്നെ അതുപോലത്തെ ഒരു റൂട്ട്നെസ് മക്കളുമായിട്ട് ഷെയർ ചെയ്യാറില്ല. ഈ പറഞ്ഞ പോലെ ചില റൂട്ട്നെസ്സുകളും നമുക്ക് ഫീൽ ആയിട്ടുണ്ട്, പാരന്റ്സിനൊക്കെ ഫീൽ ആയിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ മക്കൾക്ക് അത് നമ്മൾ സപ്ലൈ ചെയ്യാറില്ല. അതുപോലെ അതെ, ഏറ്റവും കൂടുതൽ അറിയാം നമുക്ക് മക്കൾക്കിടയിൽ നമ്മൾ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുകയാണ്. ഇപ്പോ ചില ആളുകൾ ഒരു 13-14 വയസ്സുള്ള ആൺകുട്ടിയൊക്കെ ആണെങ്കിൽ അവനോട് ഇപ്പൊ നമ്മളിപ്പോ എന്ത് പറയാൻ, അവനിപ്പോ വലുതായില്ലേ, +2 ഒക്കെ ആയി, അല്ലെങ്കിൽ ഇപ്പൊ അവനോട് പറഞ്ഞപ്പോ അവനും വലിയ ആളായി എന്നുള്ള തോട്ട് നമുക്ക് പാരന്റിന്റെ ഇതിൽ നമുക്ക് വരും. പക്ഷെ അതേപോലെ ഒരു പെൺകുട്ടികളുടെ അടുത്താണെങ്കിൽ എന്താണ്, വാപ്പക്ക് ചിലപ്പോ അത് വൈഫ് പറഞ്ഞോളൂ, ഉമ്മ പറഞ്ഞോളൂ. എനിക്ക് അറ്റ്ലീസ്റ്റ് എന്താണ്, നമുക്കൊരു ഈ ഒരു മെന്റലി അവർക്ക് ഉണ്ടാകുന്നതാണ് പീരീഡിനെ കുറിച്ച് എത്ര നമുക്ക് ആളുകൾ, ഉപ്പമാർക്ക് അറിയാം അല്ലെങ്കിൽ അച്ഛന്മാർക്ക് അറിയാം. സ്വന്തം മക്കളെ കുറിച്ച് അതിനെപ്പറ്റി അവർക്ക് ഒരു അവയർനെസ് ഉണ്ടാക്കി കൊടുക്കുക. ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും അവർ ഓരോ ഡെവലപ്മെന്റ് സ്റ്റേജിലും നമ്മൾ അതിനെപ്പറ്റി അവയർനെസ് ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മളെ മക്കൾ ഉണ്ടാവും. കാരണം നമ്മൾ ഓപ്പൺ അപ്പ് ആവുകയാണ്. നമ്മൾ അവരെ മുന്നിൽ എന്താണ്, നമുക്ക് കിട്ടാത്ത ഒരുപാട്, നമുക്ക് ചെറുപ്പകാലത്ത് നമ്മുടെ പാരന്റ് പറഞ്ഞു തരാത്ത ഒരുപാട് കാര്യങ്ങൾ ഇന്നത്തെ കാലത്ത് അതിന് ഒരുപാട് സാധ്യതകളുണ്ട് നമുക്ക് പഠിക്കാനുള്ള. അത് മനസ്സിലാക്കിയിട്ട് എന്താണ്, എന്റെ കുട്ടിക്ക് ഇന്നൊരു സിറ്റുവേഷനിൽ പോകുന്ന സമയത്ത് നല്ല ഉപദേശം കൊടുക്കാതെ റിയൽ ലൈഫ് സിറ്റുവേഷൻ വെച്ച് കാണിച്ചു കൊടുക്കുക. കാരണം എന്താണ്, നീ ഒരു ഫ്രണ്ട്ഷിപ്പ് എന്ന് പറഞ്ഞാൽ ഇന്ന രീതിയിലായിരിക്കണം, നല്ല ഫ്രണ്ട്ഷിപ്പ് നല്ല ചീത്ത ഫ്രണ്ട്ഷിപ്പ് ഇന്ന രീതി. ഇപ്പോഴത്തെ കാലത്ത് ഒരുപാട് രീതിയിൽ അങ്ങനെ പോകുന്നു. അത് റിയൽ ലൈഫാണ് കുട്ടികൾക്കിടയിൽ. അല്ലാണ്ട് നമ്മള് പറയാണ്, ഞാൻ പണ്ട് വാഴന്റെ ഇല വെച്ചിട്ടൊക്കെ പിന്നെ സ്കൂളിൽ പോയിട്ട് കാര്യമുള്ള സമയം ഉണ്ടായിരുന്നു, നിങ്ങൾക്കിപ്പോ ഒരു സുഖമല്ലേ പഠിക്കാൻ, അതൊക്കെ അങ്ങനെയൊക്കെ നമ്മൾ തള്ളാറുണ്ടല്ലോ മക്കളോട്. പക്ഷെ അതൊക്കെ ഒന്ന് മാറ്റി വെച്ചിട്ട് അത് പറയാം, നമ്മുടെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളൊക്കെ പറയാം. പക്ഷെ എന്താണ്, അന്ന് നമുക്ക് പഠിക്കാൻ പറ്റാത്ത കുറെ കാര്യം നമ്മൾ പറയും, നിങ്ങൾ പഠിക്കണം, എനിക്ക് അന്ന് പഠിക്കാൻ പറ്റിയില്ല, എനിക്ക് അന്ന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു, ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ഇത്ര ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതെന്താണ്, ആ ഒരു സ്നേഹത്തോട് അവർ പറഞ്ഞ് മനസ്സിലാക്കുമ്പോ എന്താണ്, അവർക്ക് കുറെ എന്താണ്, ഞാൻ വളർന്നു, എന്റെ ഒപ്പം സഹിച്ചിട്ടുള്ള കുറെ പണ്ടത്തെ പഠിക്കാൻ സാഹചര്യം ഇല്ല, പക്ഷെ എനിക്ക് എല്ലാ സാഹചര്യവും ഇപ്പൊ ഒരുക്കി തന്നിട്ടുണ്ട്, അല്ല എന്റെ പാരന്റ് ഒരുക്കി തരുന്നുണ്ട്. അവർക്ക് കൊടുക്കേണ്ടത് എന്തെങ്കിലും കുറച്ച് എനിക്ക് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അത് വളരെയധികം ഉപകാരപ്പെടും എന്നുള്ളത്. ഇപ്പോ
ഞാനിപ്പോ പാലക്കാട് ജില്ലയിൽ കഴിഞ്ഞ റമദാൻ നാട്ടിലുള്ള സമയത്ത് അവിടെ ഒരു +2 ഹൈസ്കൂളിൽ തന്നെ +2 പഠിക്കുന്ന ഒരു ടീച്ചേഴ്സ് എന്നോട് പറഞ്ഞു, ഒരു 5 ആൺകുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടാണ്, ഭയങ്കര പ്രശ്നമാണ്, പിന്നെ ക്ലാസ്സിലൊന്നും ശ്രദ്ധിക്കുന്നത്, അവർ അത്യാവശ്യം പഠിക്കുന്നുണ്ട് 50%, പക്ഷെ ആ സ്കൂളിലെ എല്ലാ പ്രശ്നങ്ങൾക്കും ഇവരാണ് കാരണക്കാരെന്ന് പറയും. അവരെ നമുക്ക് എങ്ങനെയാണ് ഇതിനൊന്ന് ഹാൻഡിൽ ചെയ്യാൻ സാർ? അപ്പൊ ഞാൻ പറഞ്ഞു, ഇനി എന്തെങ്കിലും ഇപ്പൊ അടുത്ത കാലത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും പ്രോഗ്രാം വരുന്നുണ്ടോ ചോദിച്ചു. കലോത്സവങ്ങളോ ആർട്സ് ഫെസ്റ്റോ അങ്ങനെ തരത്തിൽ എന്തെങ്കിലും വരുന്നുണ്ട്, ഒരു 3 മാസത്തിനുള്ളിൽ വരുന്നുണ്ട്, അതിന്റെ കോർഡിനേഷൻ മൊത്തം അവരങ്ങോട്ട് ഏൽപ്പിക്കുക. അപ്പോ ഏൽപ്പിക്കുക എന്ന് പറഞ്ഞപ്പോ ടീച്ചർ അതൊക്കെ ഏൽപ്പിച്ച ഭയങ്കര ബുദ്ധിമുട്ട്, അവരെന്താ ചെയ്ത്, നിങ്ങൾ ഏൽപ്പിച്ചു നോക്കി എന്നിട്ട് നമുക്ക് നോക്കാം. അപ്പോ ഇതൊരു വലിയ ടെക്നിക്കാണ്. ആ ഒരു പ്രോഗ്രാമിന് ഞാനും അവിടെ പോയി, ഒരു 10 മിനിറ്റ് 1.5 മണിക്കൂർ സംസാരിക്കാൻ ഞാനും പോയി. പക്ഷെ ആ 5 ആൺകുട്ടികൾ ചെയ്ത ആ ഒരു കോർഡിനേഷന് സ്കൂളിലെ ഒരു വർഷം പോലും അവരെ പുകഴ്ത്തി പറയാനുള്ള കാര്യങ്ങളുണ്ട്. അതിനുശേഷം കുട്ടികൾ മാറി, കാരണം അവർക്കൊരു റെസ്പോൺസിബിലിറ്റി കൊടുത്തു. ഇങ്ങനത്തെ വികൃതി കളിക്കുന്ന കുട്ടികളെ ഞാൻ ആദ്യം പറയും, നിങ്ങൾ ആ കുട്ടീനെ ക്ലാസ്സിൽ ലീഡർ ആക്കിക്കൊള്ളി, എന്നിട്ട് അവനൊരു മാസം ലീഡറാക്കി കൊടുക്കുക. കാരണം എന്താണ്, മറ്റുള്ള കുട്ടികളെ കാണിക്കുന്ന ADHD പോലെ വികൃതിയുള്ള കുട്ടികൾ എന്താണ്, അവന് മറ്റുള്ള കുട്ടികൾ ശ്രദ്ധിക്കും, ഞാൻ കളിക്കുന്നത് പോലെ വികൃതി മറ്റു കുട്ടികൾ കളിക്കുന്നുണ്ടോ എന്നുള്ളത്. ഇതൊക്കെ എന്താണ്, നമ്മള് കുറേ ഈ കൗൺസിലിങ്ങിനും കുറേ ഉപദേശിച്ചും ഇരുന്ന് റെമഡിയേഷൻ കൊടുത്തിട്ടൊന്നും കാര്യം. ഞാനപ്പോ റെമഡിയേഷൻ എൻ്റെ അടുത്ത് ഒരു കുട്ടികൾ വരികയാണെങ്കിൽ ആദ്യം എന്താ, പഠനവുമായിട്ട് യാതൊരു പറഞ്ഞു കൊടുക്കുക, അവനുമായിട്ട് നല്ലൊരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ട്, എന്താണ് കളിയും ചിരിയും ഒക്കെ, പിന്നെ എന്താണ് പഠനത്തിൽ എവിടെയാണ് ബുദ്ധിമുട്ടുള്ളത് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കുക. ഇതേപോലെ നമ്മുടെ മക്കളോട് നമ്മൾ പെരുമാറി കഴിഞ്ഞാൽ ഓപ്പൺ അപ്പ് ആയിട്ട് ഇന്ന കാര്യങ്ങൾ ഓരോ പറയും. ഞാൻ പറഞ്ഞാൽ അവരെന്ത് വിചാരിക്കും, മോൾ അംഗീകരിക്കുമോ? ഇപ്പോഴത്തെ കാലത്ത് ഒരു ജനറേഷൻ, ഇപ്പൊ എന്റെ മക്കളടക്കം പറയാണ്, അവര് പറയുന്നതായിട്ട് നമ്മൾ ജീവിക്കുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ കുറച്ചൊക്കെ ഒരു മാറ്റം ഉണ്ടാണെങ്കിൽ എന്താണ്, നമുക്ക് അവർക്ക് വേണ്ടി നമ്മളും അവരെ മുന്നിൽ വേണ്ടി നമ്മുടെ ജീവിതത്തിലെ ഇപ്പൊ നിലവിലുള്ള സാഹചര്യങ്ങളും നമ്മൾ ഏതൊക്കെ മേഖലയിലാണ് ജോലി ചെയ്യുന്നത്, നമുക്ക് അവിടെ കിട്ടുന്ന ആ ഒരു ഡിഫിക്കൽറ്റി ഒക്കെ നമ്മുടെ കുട്ടികളെയും നമ്മുടെ വീട്ടുകാരെയൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. അപ്പൊ എന്താണ്, നമ്മളെ മനസ്സിലാക്കാനും കുറച്ച് ആളുകൾ ഉണ്ടാവും. നമുക്കൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ എന്താണ്, താങ്ങാൻ ആൾക്കാരുണ്ടാവും. ഇതൊക്കെ എന്താണ് ലൈഫിൽ എന്താണ് നമുക്ക് പോസിറ്റീവായിട്ട് കിട്ടുക. അതൊക്കെ എന്താണ്, നമ്മൾ ഒരുപാട് പ്രയത്നിക്കണമില്ല, ലൈഫിൽ ഓട്ടോമാറ്റിക്കായി നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം. ഏതോ ഒരു കാര്യത്തിൽ തുടങ്ങിയാൽ മതിയാവും, സ്റ്റാർട്ടിങ്. കാരണം സ്വന്തം വാപ്പന്റെ അടുത്ത് കിട്ടിയിട്ടുള്ള ഒരുപാട് ഉപദേശങ്ങളൊക്കെ കിട്ടി ലൈഫിൽ ഇങ്ങനെ പോകുന്ന ഒരാളാണെങ്കിൽ അയാൾക്ക് എന്നും ഹാപ്പിനെസ് ആയിരിക്കും. അതേപോലെ എന്താണ്, മോശമായിട്ടുള്ളൊരു ബിഹേവിയർ ആണ് ചെറുപ്പകാലത്ത് കിട്ടിയിട്ടുണ്ടെങ്കിൽ അയാൾ മാക്സിമം എന്താണ് അഗ്രസീവ് ആയിട്ടുള്ള ഒരു ഭയങ്കര പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരാള്, അല്ലെങ്കിൽ എന്താണ് എന്ത് ചോദിച്ചാലും ചാടി കയറി, അല്ലെങ്കിൽ ഒരു പരിപാടി ആരെങ്കിലും എന്തെങ്കിലും പറയുന്നതിന് മുമ്പ് തന്നെ അത് മോശം പ്രെഡിക്റ്റ് ചെയ്യുക, അൺപ്രഡിക്റ്റ് ചെയ്യുക, അങ്ങനെ പല ബുദ്ധിമുട്ടും ഒരാൾക്ക് ഉണ്ടാവും. ഇതാണ് ഒരു പാരന്റ് ചൈൽഡ്ഹുഡിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ വളർത്തുന്ന കുട്ടികൾക്ക് നല്ല രീതിയിൽ കിട്ടും, മോശമായിട്ടുള്ള ഒരു പാരന്റ് സ്റ്റൈലാണ് അത് മോശം. പിന്നെന്താണ്, ഇങ്ങനത്തെ കുട്ടികൾ എന്താണ് തിരിച്ചറിവ് ഉണ്ടാക്കി നമ്മൾ പതിയെ പതിയെ മാറ്റിയെടുക്കും, പെട്ടെന്നൊന്നും കഴിയില്ല എന്നുള്ളതാണ്. താങ്ക് യു സർ, താങ്ക് യു. ഷംഷാദ്, ഐ തിങ്ക് താങ്ക് യു. നിങ്ങൾ പ്രതീക്ഷിച്ച ആൻസർ ആണെന്ന് തോന്നുന്നു. വേറെ ആർക്കെങ്കിലും ഒരു ഫീഡ്ബാക്ക് എന്നുള്ള രീതിയിൽ പറയാൻ പറ്റുമോ? ആരെങ്കിലും ഒന്ന് കടന്നു വരും. നിങ്ങൾ കൂടുതൽ പേര് ഇതിനകത്തുള്ളത് കൗൺസിലേഴ്സും ഒക്കെയാണ്. നിങ്ങൾ ഇങ്ങനെ ഹൈഡ് ആൻഡ് സീക്ക് കളിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇല്ല സാറേ? നിങ്ങൾ മുന്നിലോട്ട് വന്ന് സംസാരിക്കൂ. ആ ഒരു ആങ്സൈറ്റി ഒഴിവാക്കാൻ മാക്സിമം ഒന്ന് എല്ലാവരും ക്യാമറ ഒന്ന് ഓണാക്കി, ഞാൻ എവിടെന്നെങ്കിലും കണ്ടാൽ പരിചയപ്പെടാലോ, ജസ്റ്റ് ഒന്ന് ക്യാമറ ഓൺ ആക്കാൻ പറ്റുന്നവർക്കൊന്ന് ക്യാമറ ഒന്ന് ഓണാക്കി, ആങ്സൈറ്റി മാറ്റാൻ വേണ്ടിയിട്ട്. ഉള്ളിലൊരു ആങ്സൈറ്റി എല്ലാവർക്കും ഉണ്ട്, ഈ പറഞ്ഞ് എനിക്കും ഉണ്ടാവും നിങ്ങൾക്കും ഉണ്ടാവും. കാരണം എന്താ അറിയോ, ഈ ഒരു സെഷനിൽ ഞാൻ പറയുന്നത് തെറ്റിപ്പോയാലോ, അല്ലെങ്കിൽ ചോദിച്ചത് മോശമായി പോവോ, അങ്ങനെയുള്ള ഒരു പ്രശ്നം നമുക്കല്ല, പ്രത്യേകിച്ച് ഈ സൈക്കോളജി പഠിച്ചിട്ടുള്ള എല്ലാ ഭ്രാന്തന്മാർക്കും ഉണ്ടാകുന്നതാണ്. അപ്പൊ ഒരു അത് കേസിനെ പറ്റി ചോദിക്കട്ടെ? ചോദിച്ചോ. ഒരു കുട്ടിയുണ്ട്, ട്യൂഷൻ കുട്ടിയാണ്, പക്ഷെ അവന് തീരെ ശ്രദ്ധയില്ല. നമ്മളിപ്പം ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ 1 മിനിറ്റ് മാത്രമേ ആള് ശ്രദ്ധിക്കുള്ളൂ. പക്ഷെ ആ ശ്രദ്ധിച്ചത് അവനക്ക് ഓർമ്മ ഉണ്ടാവും, ബാക്കി സമയത്ത് മുഴുവൻ റെസ്റ്റ്ലെസ്സാ. കൈ ഇങ്ങനെ തിരിപ്പിടിച്ചുകൊണ്ടിരിക്കുക, പിന്നെ വേറെ അവിടെ നോക്കിയിരിക്കുക, എന്തൊക്കെ സാധനം ചുറ്റുള്ളത് അതുമായിട്ട് ഇങ്ങനെ ഓരോന്ന് ചെയ്തുകൊണ്ടിരിക്കും. ഇവൻക്ക് തന്നെ വേറെ പ്രശ്നങ്ങളുണ്ട്, ഭയങ്കര ദേഷ്യം തീർക്കുക എങ്ങനെ വെച്ചാല് കൈ ഇടിക്കുക, ഡെസ്കിന്റെ മുകളിൽ ഇടിച്ചിട്ട് അങ്ങനെ സ്വയം വേദനിപ്പിച്ചിട്ടാണ് ആള് ആ ദേഷ്യം കൺട്രോൾ ചെയ്യണത്. അപ്പൊ ഇവൻക്ക് എങ്ങനെയാണ് ഒരു മാറ്റാൻ പറ്റുക? അതായത് ഒരു ടോപ്പിക്സ് എടുക്കുകയാണെങ്കിൽ ആ ടോപ്പിക്സിന്റെ ഒരു ലൈൻ മാത്രമേ ആള് കേൾക്കുള്ളൂ, ബാക്കി ഒന്നും അവനക്ക് കിട്ടണില്ല. ശ്രദ്ധിച്ച ഭാഗം നല്ല ഓർമ്മ ഉണ്ടാവും, പക്ഷെ ആളുടെ നമുക്ക് ശ്രദ്ധ കേന്ദ്രിക്കാൻ വേണ്ടി പറ്റണില്ല. അപ്പൊ ഞാൻ അവന്റെ ഉമ്മനോട് ചോദിച്ചപ്പോ പറഞ്ഞത് ആള് റീൽസ് അടുപ്പിച്ച് കണ്ടുകൊണ്ടിരിക്കും, ഫോൺ അഡിക്ഷൻ ഉണ്ടെന്നാണ് പറയണത്. അപ്പൊ എങ്ങനെയാണ് അവനക്കൊരു
റെമഡി കൊടുക്കാൻ വേണ്ടി എത്ര പറ്റുക? എത്ര വയസ്സായി? ഇപ്പം 6ാം ക്ലാസ്സിലാണ് പഠിക്കണേ. ഇപ്പൊ 6-ലാണല്ലോ പഠിക്കുന്നത്. അപ്പൊ ഒരു ഇൻഡിവിജ്വൽ ആയിട്ട് റെമഡിയേഷൻ കൊടുക്കേണ്ടി വരും, ഇത് വേണ്ടി വരും. പക്ഷെ അതിന് പുറമെ എന്താ അറിയോ, ഇങ്ങനത്തെ കുട്ടികൾ ക്ലാസ്സിൽ ഒരു 5 മിനിറ്റ് പിന്നെ ഒരു പഠിപ്പിക്കുക, എന്നിട്ട് ഒരു 3 മിനിറ്റ് റെസ്റ്റ് കൊടുക്കുക. അവനോട് പറയാ 5 മിനിറ്റ് നീ പഠിച്ചോ, 3 മിനിറ്റ് നിനക്ക് എന്ത് വേണേ ചെയ്തോ എന്നുള്ളത് ആ ഒരു ഫ്രീഡം കൊടുക്കുക. ആ 3 മിനിറ്റ് കറക്റ്റ് ആയിട്ട് നമുക്ക് വീണ്ടും പഠനത്തിലേക്ക് പോകണം. അങ്ങനത്തെ കുട്ടികൾ എങ്ങനെയാണ് പഠിപ്പിക്കുക, ഫ്രീഡം കളിപ്പിക്കുക, പഠിപ്പിക്കുക, അതന്നെ ഞാനൊക്കെ അങ്ങനെയാണ് ചെയ്യാറുള്ളത്. പിന്നെ അതേപോലെ ഈ ഒരു കുട്ടീന്റെ ബേസിക് ആയിട്ടുള്ള ഒരു ഇൻഫർമേഷൻ നമ്മൾ എടുക്കണം, അസസ്മെന്റ് എടുക്കണം. കുട്ടിക്ക് ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ വന്നിട്ടുള്ളത്. ചിലപ്പോ ഇതേ ഒരു ബിഹേവിയർ ആണ് പാരന്റിന് ഉള്ളെങ്കിൽ, അല്ലെങ്കിൽ കുട്ടീനെ എങ്ങനെയാണ് വളർത്തിയിട്ടുള്ളത്, അല്ലെങ്കിൽ ഈ കുട്ടിയുടെ ഒരു ഡെവലപ്മെന്റ് സ്റ്റേജ് എങ്ങനെയാണ്, മീൻസ് കുട്ടി ആദ്യമായിട്ട് ജനിക്കുന്ന സമയത്ത് കുട്ടി കറക്റ്റ് ആ സമയത്ത് കരഞ്ഞിട്ടുണ്ടായിരുന്നു, അതേപോലെ എത്രാം വയസ്സിലാണ് സംസാരിച്ചു തുടങ്ങിയിട്ടുള്ളത്, അതേപോലെ എപ്പോഴാണ് നടന്നു തുടങ്ങിയിട്ടുള്ളത്. അതാണ് ഡെവലപ്മെന്റ് സ്റ്റേജ്. ഒരു 3 വയസ്സ് എന്ന് പറയുമ്പോൾ ഒരു കുട്ടിക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ആണ് കഴിയണം. അപ്പോ അതൊക്കെ എന്താണ്, ഓരോ സ്റ്റേജിലും എന്തുണ്ടെങ്കിൽ എന്താണ് അതിനുള്ള ടൂൾസുകൾ നമുക്ക് ക്വസ്റ്റ്യൻ, സാധാരണ IQ ടെസ്റ്റ് എടുക്കാറില്ല നിങ്ങൾ? IQ ടെസ്റ്റ് 2 തരത്തിൽ എടുക്കണം എന്ന് ഞാൻ പറയാറുണ്ട്. കാരണം ഞാൻ എടുക്കാറ്, ഒന്ന് IQ ടെസ്റ്റ് എന്ന് പറയും, ഒന്ന് ഇതാണ് അക്കാദമിക് ലെവലാണ്, 2 ഡെവലപ്മെന്റ് സ്റ്റേജ് IQ ടെസ്റ്റുകളാണ്. അപ്പോൾ അക്കാദമിക് ലെവൽ എന്താണ്, പഠനവുമായിട്ട് ബന്ധപ്പെട്ട് ബുദ്ധിമുട്ട് നമുക്ക് തിരിച്ചറിയാനും, അല്ലെങ്കിൽ ഈ ഡെവലപ്മെന്റ് എന്തെങ്കിലും ബുദ്ധിമുട്ട് കുട്ടിക്ക് ഉണ്ടെങ്കിൽ അതും നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഇത് രണ്ടും കൂടി കമ്പാരിസൺ ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ പ്രശ്നം കുട്ടി പഠനത്തിലുള്ള ആ ഒരു ആങ്സൈറ്റി ആണോ അല്ലെങ്കിൽ ബിഹേവിയറിൽ ഉണ്ടായ പ്രശ്നമാണോ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്പോ പല കുട്ടികളും ക്ലാസ്സിൽ ചിലപ്പോൾ കുട്ടീനെ അടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടി ടീച്ചറോട് പരാതി പറയും, എന്താണ്, അവൻ എന്നെ അടിച്ച് ഉപദ്രവിച്ചെന്ന്. അപ്പൊ പലതവണ ഉപദ്രവിച്ചു, പക്ഷെ ഒരു വട്ടത്തെ അടിച്ചിട്ടുണ്ടാവും. അപ്പൊ ആ ടീച്ചർ അവിടെ എന്ത് ചെയ്യും, പാരന് ഇവന് ADHD ആന്ന് പറഞ്ഞിട്ട് ഇതേപോലത്തെ അവിടെ ഇഷ്യൂ അവനുണ്ടായി, മദ്രസയിൽ ഉണ്ടായി. അതായത് ഇതേപോലെ എന്തോ ഇതേപോലെ ഉണ്ടായിട്ട് അപ്പൊ കൂടുതൽ ആൾ കുറ്റപ്പെടുത്തി. ഒരു ഉസ്താദ് കണ്ടത് ഇവൻ പറയണതാണ്. അങ്ങനെ ഇവൻ അവിടുന്ന് ഉസ്താദ് തിരിച്ച് ഇവനെ ഷൗട്ട് ചെയ്ത് ഇവൻ തിരിച്ചു പറഞ്ഞിട്ട് ഇവൻ ഡെസ്കിന്റെ മുകളിൽ കൈ വെച്ച് ഇടിച്ച്. അങ്ങനെ ഡെസ്ക് ഇച്ചിരി പഴയതാ, പക്ഷെ അതിങ്ങനെ ഒടിഞ്ഞു വീണ്. അപ്പൊ ഉസ്താദ് എന്ത് ചെയ്തു, ഇറക്കി വിട്ട് അവനെ, മദ്രസയിൽ നിന്ന് ഇറക്കി വിട്ട്. പിന്നെ കുട്ടി മദ്രസയിൽ പോയിട്ടില്ല, ഇപ്പൊ ഓൺലൈൻ ക്ലാസ് ആണ്. അങ്ങനെ ഒരു ദിവസമാണ് ഇവിടെ ഒരാഴ്ച ആയിട്ടുള്ളൂ എന്റെ അടുത്ത് വരാൻ തുടങ്ങിയിട്ട്. അപ്പോഴാണ് ഈ പ്രോബ്ലംസ് കണ്ടത്. അപ്പൊ ഞാൻ സാറിനോട് ഡിസ്കസ് ചെയ്താണ്. അപ്പൊ ഈ ഒരു പ്രശ്നം ഇവന് എന്ന് മുതലാണ് തുടങ്ങിയിട്ടുള്ളത് അത് നമ്മൾ വ്യക്തം. നമ്മൾ പിന്നെ ബിഹേവിയർ മാനേജ്മെന്റിൽ ഒരു ABC മോഡൽ ഉപയോഗിക്കാറുണ്ട്, ആന്റിസിഡൻസ്, ബിഹേവിയർ, കോൺസിക്വൻസസ്. ഇപ്പൊ നിലവിൽ ആ കുട്ടിക്ക് പ്രശ്നം വരുന്നതിന് മുമ്പ് ആ കുട്ടി എങ്ങനെയായിരുന്നു പഠിച്ചിരുന്നത്, സംസാരിച്ചിരുന്നത് ഒക്കെ, ഇതിന് വന്നതിന് ശേഷം എന്ത് സ്വഭാവമാണ് നിലവിൽ പറഞ്ഞ സ്വഭാവങ്ങളൊക്കെ. പിന്നെ കോൺസിക്വൻസസ് എന്ന് പറയുന്നത് ആ കുട്ടി എന്താണ് നിലവിൽ അനുഭവിക്കുന്നത്, മാനസികമായിട്ട് എന്താണ് ആ കുട്ടി അനുഭവിക്കുന്നത്, പിന്നെ വൈകാരികമായിട്ടും ഫിസിയോളജിക്കലി ആയിട്ടും, അല്ലെങ്കിൽ ഈ കുട്ടിനെ കൊണ്ട് മറ്റുള്ള ചുറ്റിലുള്ള ആളുകൾ എന്തൊക്കെയാണ് അനുഭവിക്കുന്നത്. എനിക്ക് തോന്നുന്നു പാരന്റിങ് ശൈലി ഒന്ന് മാറ്റേണ്ടി വരും. കാരണം എപ്പോഴും കുറ്റപ്പെടുത്തുന്ന കുട്ടികൾ, അല്ലെങ്കിൽ ഓവറായിട്ട് സ്ട്രെസ് കൊടുക്കുന്ന ആളുകൾ, ഇതൊക്കെ ഇങ്ങനത്തെ കുട്ടികൾക്കാണ് കൂടുതലായി ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. കാരണം അവരെ കൂടെ നിൽക്കുക, അവരെ ഇഷ്ടപോലെ പഠിപ്പിക്കുക, പിന്നെ പഠനവും കളിയും, പ്ലേ തെറാപ്പി, ആർട്ട് തെറാപ്പി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അവർക്ക് ബേസിക് ആയിട്ട് ഒരു സ്കില്ല് എന്തായാലും ഉണ്ടാവും, ദൈവം കൊടുത്തിട്ടുള്ള അതിലൊന്നും എന്താണ് മാക്സിമം ഒന്ന് നമ്മൾ പറഞ്ഞിട്ട്, അത് ഡ്രോയിങ് ആണോ അല്ലെങ്കിൽ പാടാനുള്ള കഴിവാണോ, അതൊക്കെ. ഞാനിപ്പോ ഇടയ്ക്കടുത്തിപ്പോ ഒരു 7 വയസ്സുള്ള ഒരു കുട്ടിക്ക് ചെയ്തപ്പോ സമയത്ത് ആൾക്ക് ഇതേ പ്രശ്നം തന്നെ. അപ്പൊ ആൾക്ക് എന്താണ് ഒരു സ്കില്ല്, എന്താണ്, യൂട്യൂബിൽ ചാനലിലൊക്കെ നല്ല ടോപ്പിക് പറയാനുള്ള. അപ്പൊ ഞാനൊക്കെ യൂട്യൂബ് ചാനലിൽ കൊണ്ട് 5-6 വർഷമായിട്ട് ആകെ 10 സബ്സ്ക്രൈബർ പോലും ആയിട്ടില്ല. ഇതൊരു മാസം കൊണ്ട് 2K 3K ഒക്കെ സബ്സ്ക്രൈബർ ആയി. കാരണം അത് ഒരു സ്കില്ലാണ് കുട്ടിക്ക്. കാരണം നല്ല ടോപ്പിക്കിൽ ആദ്യം എന്താണ് വീട്ടിൽ ചെയ്യുന്ന ഓരോ കാര്യങ്ങളാണ് ആ ഗ്രൂപ്പ് ഇതിലിട്ടത്. പിന്നെ പതിയെ പതിയെ നമ്മളൊരു കണ്ടന്റ് കുട്ടിക്ക് ഉണ്ടാക്കി കൊടുത്തു. ഇന്ന കണ്ടന്റ് സംസാരിച്ചാൽ നല്ലതായിരിക്കും, ഒരു 5 മിനിറ്റ് 3 മിനിറ്റ്. ഇതേപോലെ അവരെ ഉള്ളിൽ കിടക്കുന്ന ഇന്റേണൽ ആയിട്ടുള്ള ചില കഴിവുകളെ നമ്മൾ തിരിച്ചറിയുക, അവരെ ഇഷ്ടങ്ങൾ. നമ്മൾ വീട്ടിൽ കൊടുക്കുന്ന അതേ ഉപദേശം തന്നെ നമുക്ക് റെമഡിയേഷൻ സെന്ററിൽ കൊടുക്കാൻ പറ്റില്ല. കാരണം അവിടെ പഠനവും പഠിപ്പിക്കലൊന്നും വേണ്ട. അവർക്ക് ആവശ്യമുള്ള എന്താണ് അവർ ചോദിക്കുക, എങ്ങനെയാണ് നിനക്ക് പഠിക്കാൻ താല്പര്യം, ഏതൊക്കെ രീതിയിലാണ് നിനക്ക് മനസ്സിലാവുന്നത്. ഇപ്പൊ അറ്റൻഷൻ തീരെ കിട്ടുന്നില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നമ്മൾ ഇരിക്കുന്ന സമയത്ത് കുറച്ച് മാല കോർക്കാനോ, അല്ലെങ്കിൽ മുത്തുമണികളെല്ലാം കൂടി പയറോ കടലേ എല്ലാം കൂടി മിക്സ് ആക്കിയിട്ട് ആളെ കൊണ്ട് തൽക്കാലികം ഒന്ന് വേർതിരിക്കുക, എന്നിട്ട് ആള് എത്ര സമയം എടുക്കുന്നത് നോക്കുക. ആള് ചിലപ്പോ എഴുന്നേറ്റ് പോകാൻ സാധ്യത ഉണ്ടാവും, പക്ഷെ എന്താണ് ആ സമയത്ത് എത്ര സമയമൊക്കെ കുറഞ്ഞ സമയമാണെങ്കിലും ആള് അത് എടുത്ത് എത്ര മാറ്റിയിട്ടുണ്ട്. പിന്നെ അത് ചെയ്യുന്നില്ല എന്നെങ്കിൽ വീണ്ടും അതിലേക്ക് തന്നെ എന്തൊക്കെ പറഞ്ഞിട്ട് എന്താണ് ഒരു ഗ്യാപ്പ് കൊടുത്തിട്ട് അതിലേക്ക് തന്നെ പൂർണ്ണമായി ചെയ്യുക.
കോൺസെൻട്രേഷൻ ആക്ടിവിറ്റീസ് കൊടുത്താൽ വർക്ക്ഷീറ്റ്സ് കൊടുത്താലും ബെറ്റർ ആവില്ലേ? അത് ബെറ്റർ ആവും. അവർക്കത് മനസ്സിലാവും. കാരണം കുറച്ചൊരു അത് ആ ലെവലിൽ മനസ്സിലാക്കി കുട്ടിക്കൊന്ന് സ്വയം കണ്ടെത്താൻ കഴിയും. അങ്ങനത്തെ ഒരു അപ്പം വർക്ക്ഷീറ്റ്സ് നമ്മളുടെ ഒരാഴ്ച കൊടുത്താൽ സമയം ബെറ്റർ ആവും അല്ലേ? ഓക്കെ. നമ്മുടെ സമയം പരിധി കഴിഞ്ഞു തോന്നുന്നു അല്ലേ? സമയം കഴിഞ്ഞു. പിന്നെ സാറിന് നമ്മൾക്ക് ഇനിയും ആവശ്യമുണ്ട്. അപ്പം നമ്മളുടെ ഈ അസോസിയേഷനുമായിട്ട് നമ്മൾ ഇനിയും നാസിയ മാമൊക്കെ ബന്ധപ്പെടും. അപ്പൊ സാറ് ഇതിലേക്ക് വീണ്ടും വരും. അപ്പൊ ബാക്കിയുള്ളവർക്കൊക്കെ ആ സമയത്ത് ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് എന്നിട്ട് ചോദിക്കാം. അപ്പൊ നമ്മളുടെ ഇത് വൈൻഡപ്പ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ജനറൽ സെക്രട്ടറി മുംതാസ് മെഹദി മാമിനെ ഞാൻ നന്ദി പറയാനായി ക്ഷണിക്കുകയാണ്. ഹായ്, ഗുഡ് ഈവനിങ്. ഓഡിബിൾ അല്ലേ? ഓഡിബിൾ ആണ്. ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞു. വളരെ സിമ്പിൾ ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു സാറിൻ്റെത്. സൈക്കോതെറാപ്പിസ്റ്റും കൗൺസിലേഴ്സും സാധാരണക്കാരും ഒക്കെ ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കി തന്നു. IAGCയുമായി ചേർന്ന് സാറിന്റെ ക്ലാസ്സുകൾ ഞങ്ങൾ ഇനിയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഇത്രയും നല്ലൊരു ക്ലാസ് ഞങ്ങൾക്ക് വേണ്ടി എടുത്തു തന്ന സാറിനും ഈ അവസരം സ്വീകരിച്ച് സമയമെടുത്ത് പങ്കെടുത്ത എല്ലാവർക്കും IAGCയുടെ ഭാഗത്തു നിന്നും ജനറൽ സെക്രട്ടറി എന്ന നിലയിലും ഒരുപാട് നന്ദി. താങ്ക് യു ഓൾ. നമ്മള് ഇത് നമ്മുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അല്ലേ, നമ്മള് വൈൻഡപ്പ് ചെയ്യല്ലേ മാം? യെസ് ഷുവർ, നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. താങ്ക് യു എവ്രി വൺ. താങ്ക് യു. ഇനി നമുക്ക് വീണ്ടും കാണാം. തീർച്ചയായിട്ടും. I will contact. ഓക്കെ, താങ്ക് യു. ഹായ് ഓൾ, ഞാൻ ഫാത്തിമ. നല്ല ക്ലാസ് ആയിരുന്നു, അടിപൊളി ക്ലാസ് ആയിരുന്നു. നമുക്ക് കേട്ടിരിക്കാനും നമുക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഏതൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലുള്ള സെഷനായിരുന്നു. സൈക്കോതെറാപ്പിയുടെ ഡിഫറെൻറ്റ് ടൈപ്സ് ആയാലും ഏതൊരു കാര്യം പറഞ്ഞതായാലും നല്ല രീതിയിൽ നമുക്ക് ഒരാളെ നമ്മൾ IAGC എന്ന് പറയുമ്പോൾ തന്നെ ഗൈഡൻസ് ആൻഡ് കൗൺസിലിംഗ് ആണല്ലോ നമ്മളുടെ. അപ്പോൾ ആ ഒരു രീതിയിൽ നമ്മളൊരാളെ കേട്ടിരിക്കേണ്ട കാര്യങ്ങൾ, നമ്മളൊരാളെ അറിയേണ്ട കാര്യങ്ങൾ, എങ്ങനെയൊക്കെ ഒരാളെ അപ്രോച്ച് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ സാറ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. താങ്ക് യു സോ മച്ച് സാറിനും അതുപോലെ തന്നെ ബാക്കി ഇതിന് പ്രവർത്തിച്ച എല്ലാവർക്കും ഒരുപാട്